നമസ്കാരം. റെഡിയാ? ആ, ഞാൻ റെഡി. ആ, ഞാൻ റെഡി. നമ്പർ പ്ലീസ്. റെഡി, സ്റ്റാർട്ട്, ആക്ഷൻ. ബാക്ക്. കാണാനല്ലേ സാർ? പ്രേമചന്ദ്രനെ കാണാനില്ല. കേരള പേപ്പർ പേപ്പർ ഇത് വെറും കണ്ടടാ. പണ്ട് കേറുവിന്റെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. പത്രത്തിൽ വാർത്ത വന്നില്ലേ? അതുപോലെ വല്ല സിനിമാ പരിചയമായിരിക്കും. ഹലോ, എക്സ്പ്രസ് അല്ലേ? ഹോം മിനിസ്റ്ററാണ്. നമ്മുടെ പ്രേം നസീറിനെ കുറിച്ചുള്ള വാർത്ത ഹോം സെക്രട്ടറി വിളിക്കേണ്ടതാണ്. വെളുപ്പാങ്കലമല്ലേ, വിളിക്കും. അതിൽ വല്ല സത്യമുണ്ടോ? അങ്ങനെ ഒരു വാർത്ത കിട്ടി. സംഭവം ശരിയാണെന്ന് തോന്നുന്നു. കൂടുതൽ വിവരമൊന്നുമില്ല. ഇന്നലെ ഞാൻ ഒട്ടും ഉറങ്ങിയിട്ടില്ല. ഒരു സ്വകാര്യ ടൂറിലായിരുന്നു. വന്നു കയറിയതും കണ്ടത് നിങ്ങളുടെ പത്രവും. ഇന്നിപ്പോ രാവിലെ ക്യാബിനറ്റ്, അതിനു മുമ്പ് ലീഡറെ ഒന്ന് കാണണം, വൈകുന്നേരം 2 ഉദ്ഘാടനം. എന്തൊരു ബന്ധപ്പാടാന്ന് നോക്കണേ. ഇനി ഒന്ന് ഉറങ്ങട്ടെ. ബൈ ദ ബൈ, വിവരം അറിയിക്കുമല്ലോ? അറിയിക്കാം. ഹലോ, ജസ്റ്റ് എ മിനിറ്റ് സർ, മദ്രാസ് ലൈൻ. ഹലോ, ആരാ സംസാരിക്കുന്നത്? ഷാനവാസോ? പുള്ളിയുടെ മോന. കുഞ്ഞേ, ഇത് പത്രം ഓഫീസിൽ നിന്നാ. അച്ഛന്റെ വീട് അന്വേഷിക്കാനാ. ഒന്നും കിട്ടിയില്ല അല്ലേ? പേടിക്കാനൊന്നുമില്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും സൂചനയുണ്ടായിരുന്നോ? വല്ല ഊമക്കത്തോ ഫോൺ കാളോ അങ്ങനെ വല്ലതും? ഹലോ ഹലോ ഹലോ, പണ്ടാരം ഫോൺ. പിന്നെ നമ്മുടെ ഫിലിം ലേഖനെ വിളിക്കാൻ പറ.
പ്രേം നസീറിന്റെ കുറെ നല്ല ഫോട്ടോകൾ തിരഞ്ഞെടുക്കണം. നിങ്ങൾ നസീറിന്റെ ജീവചരിത്രത്തെ പറ്റി ഒരു 6 കോളം, പിന്നെ വേറെ ആരെങ്കിലും നസീറിന്റെ ചിത്രങ്ങളെ പറ്റി, നിങ്ങൾ നസീറിന്റെ നായികമാരെ കുറിച്ചും. സംഭവം സത്യമാണെന്ന് അറിയണ്ടേ? അറിയാനൊന്നുമില്ല, താൻ എഴുത്. നമ്മുടെ പത്രം അടിക്കണം നാളെ റീഡ് ചെയ്യാൻ. സാർ, അപ്പൊ കോപ്പി കൂടുതൽ അടിക്കണ്ടേ? അത് മാനേജറോട് പോയി ചോദിക്കുക. ഹലോ, അതെ ഞാൻ തന്നെ, പ്രൊഡ്യൂസർ ജനരാജൻ. കാണാനില്ലല്ലോ. എന്ത് നസീർ സാറ്? ആര് പറഞ്ഞു? അല്ലല്ല, ഇന്നും നാളെ എന്റെ ഡേറ്റാണ്. നസീർ സാറ് തെറ്റിക്കില്ല. എവിടെ പോയി? ഇനി വല്ല ബന്ധുവീട്ടിലും? ആശാനെ ചുമ്മാ പറയുന്നതാണോ? നുണയായിരിക്കും. അപ്പൊ ഇന്ന് ഷൂട്ടിംഗ് നടക്കില്ലേ? എല്ലാവരും ഒരുമിച്ച് കിട്ടിയ ദിവസമാണ്. എന്റെ ഈശ്വര, ഇനി ഇത് എന്ന് നടക്കുവാവോ? ഇല്ല, ഷൂട്ടിംഗ് ക്യാൻസൽ ചെയ്യുന്നില്ല. നസീർ സാറല്ലേ, വരാതിരിക്കില്ല. ഷൂട്ടിംഗ് പാർട്ടികളെല്ലാം ഇവിടെ തന്നെയുണ്ട്. ആരെയും പുറത്തു വിട്ടിട്ടില്ല. കാട് തിരയാൻ ഒരു ബറ്റാലിയൻ പോലീസ് കൂടി വരുന്നുണ്ട്. അതിരിക്കട്ടെ, ചോദ്യം ചെയ്തതിൽ നിന്ന് എന്തെങ്കിലും സൂചന കിട്ടിയോ? ഒന്നും കിട്ടുന്നില്ല. കള്ളൻ ഇതിനകത്ത് തന്നെ ഉണ്ടാവും. ഇതാണ് സ്റ്റണ്ട് മാസ്റ്റർ ത്യാഗരാജൻ. எனக்கு ஒண்ணுமே தெரியாது சார். நாங்க பாவங்க. எங்களை எதுக்கு சார் இந்த மாதிரி? எல்லாரையும் கேம்பிലേക്ക് கொண்டுപോകും. അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. എയർപോർട്ടിൽ പോയി പാർട്ട്ണർ പിക്കപ്പ് ചെയ്യുന്നു, ഹോട്ടലിലാക്കുന്നു, നേരെ വുഡ്ലാൻഡ്സിൽ പോകുന്നു, മസാല ദോശ വാങ്ങുന്നു. താനെന്താണോ ഭാര്യ ഇങ്ങനെ മുഞ്ഞി വീർപ്പിച്ച് നിൽക്കുന്നേ? ഓക്കെ, എടുക്കാം ഭദ്ര. മാറിയില്ലേ ഡേ? അതൊരു 3-4 വർഷമൊക്കെ കഴിഞ്ഞാലേ അതിനൊരു രസമുള്ളൂ. ഞാൻ ഏറ്റന്നേ. ആദ്യം എന്നോട് എനിക്ക് സഹതാപമായിരുന്നു. ഇപ്പൊ വെറുപ്പാ തോന്നുന്നത്. വെറുതെ നമ്മളെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം നടക്കുന്നു. അതിനെ ആലോചിച്ച് അതിനും പ്രവർത്തിക്കണം. ഇനി എന്ത് ചെയ്യേണ്ടത്? അല്പധൈര്യം കാണിക്കണം.
Please be seated. Gentlemen, you coordinate the operations and give me the report immediately. യെസ് സർ. Good luck to you, Mr. Santaram. താങ്ക് യു സർ. ഇത് ഞങ്ങൾ വാങ്ങിയതാ, പാകമായെന്ന് വരില്ല, ഇതായിട്ടുള്ളൂ. ഞാൻ ഇന്ന് വരെ ഒരു തെറ്റും ചെയ്തില്ല. ഉണ്ടെങ്കിൽ പറയൂ. എന്റെ കാര്യം പോട്ടെ, വൈഫും കുട്ടികളും അവർക്കിത് സഹിക്കാൻ പറ്റുമോ? പൂർത്തിയാക്കാനുള്ള എത്രയോ സിനിമകളാണുള്ളത്. പലിശയ്ക്ക് പണമെടുത്തും കിടപ്പാടം വിറ്റുമെന്ന് എത്രയോ നിർമ്മാതാക്കളുണ്ട്. അവരും ചിലർ ആത്മഹത്യ ചെയ്യേണ്ടതായി പോലും വന്നേക്കും. അവരെ രക്ഷിക്കാനെങ്കിലും എന്നെ വിട്ടുകൂടെ? മനസാക്ഷി ഉണ്ടെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയും. വേണ്ട, വിടണ്ട. എന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയെങ്കിലും ഞാൻ എന്താണ് വേണ്ടെന്ന് പറയൂ. ഇത് ഞങ്ങള് സിനിമയിൽ ഒത്തിരി കേട്ടിട്ടുള്ളതാ. എന്തോ ശബ്ദം കേട്ടില്ല. കുഴപ്പമില്ല, മാറുന്ന ആൾക്കാർ വന്നു. ഞാനിപ്പോ വരാം, നീ ഇവിടെ നിൽക്കും. ആരുമില്ല അയ്യാ. ഇവിടെ ഇനി ഒരാൾ കൂടി ഉണ്ടെന്നുള്ള കാര്യം മറ്റാരും അറിയരുത്. ആരും ഇങ്ങോട്ട് വിടരുത്. ഈ കാടിന് ചുറ്റും മാരന്റെ കണ്ണു വേണം. എന്താ ഇങ്ങാരും വരാതെയ്യ. അഥവാ വந்தாച്ചെന്നാ അവളോതാ അവൻ വേണം இந்த ആറ്റിലെ ഒടിയിടും. പിന്നെ കുറച്ച് മീനും വേട്ടയിറച്ചി, വേറെ തിന്നാൻ കിട്ടുന്നത് എന്തും കൊണ്ടുതരണം. ശരിയ അരിക്കടി ഇങ്ങ കൊണ്ടു തരണം. വരണം. ചൂട് കൂടുതലേ സാരമായി, ഇപ്പം വേണ്ടെങ്കിൽ വേണ്ട, പക്ഷെ നീരങ്ങ് ഇറങ്ങും. ഇപ്പോഴോ? ഇപ്പൊ കൊള്ളാല്ലേ? നടന്നിട്ട് ഒത്തിരി നാളായി കാണും, അതായി നീര്. സിനിമയില് ഓടുന്ന കാണാമല്ലോ. അനിയ, എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു ദിവസം പൂർത്തിയാകും. ഇതിന് ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ആരെങ്കിലും ഒന്ന് പറയൂ. സമയമായില്ല, പറയാം. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നിങ്ങൾ വളരെ രാഷ്ട്രീയക്കാരുമാണ്, അതോ എനിക്കെതിരായുള്ള സിനിമാക്കാരോ? മതി മതി.
എനിക്കിതിന്റെ ഭാഗമൊന്നും അറിയില്ല. എന്ന് ചോദിക്കും ഇടിവ് കൂടുതലാണോ കുറവാണോ എന്നൊക്കെ. അതിലും ഭയം വല്ല അസുഖം ഉണ്ടോന്നൊന്ന് ചോദിച്ചാ പോരെ? എന്ത് ഉണ്ടെങ്കിലും ചോദിക്കാം. എനിക്ക് കണ്ണു പോന്നിട്ട് വയ്യ. വേണ്ട. ഇത് ഞങ്ങൾ പിള്ളേരുടെ പാചകമാണ്. അത് കുഴപ്പമൊന്നും വരത്തില്ല. വേണ്ടെന്നല്ലേ പറഞ്ഞത്? അത് ശരി, ഇപ്പൊ വേണ്ടെന്ന്. യു കീപ് ഇറ്റ് there. ഇതെന്താണ്? ഇതാണ് നമ്മുടെ താവളം. അത് ഗോൾഡൻ സ്പോട്ട്. 4 കുന്നുകൾക്കപ്പുറം തൊട്ടടുത്തൊരു പാറക്കെട്ടുണ്ട്. ഏതാണ്ടൊരു ഗുഹ പോലെ. അവിടെ ഇരുന്ന് നോക്കിയാൽ ഗോൾഡൻ സ്പോട്ടിലേക്ക് വരുന്നവരെ കാണാം. എന്താ ആലോചിക്കുന്നത്? അവിടേക്ക് 3 വഴികളുണ്ട്. ആ വഴി വന്നാൽ ഇല്ല, അവിടെ മുഴുവൻ കാട്ടുമൃഗങ്ങളാണ്. രണ്ടാമത്തെ ഈ വഴി പുഴയിൽ മുറിഞ്ഞു പോകും. ഒരു ചെറിയ കാട്ടുപാത മാത്രമാണ് ഗോൾഡൻ സ്പോട്ടിലേക്കുള്ള ഏക വഴി. അപ്പോ ഈ വഴിയിലൂടെ ആയിരിക്കും നമ്മുടെ ദൈവങ്ങൾ ബ്രീഫ് കേസുമായി വരുന്നത്. Give it to him. What's the matter? പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയോട് മുഴുവൻ വിവരവും തിരക്കിയിരിക്കുന്നു. സെൻട്രൽ ഹോം ഡിപ്പാർട്ട്മെന്റിന് എല്ലാ ഡീറ്റെയിൽസും അയക്കണം. Right. Anything else? നോ സർ. Mr. Parameswaran, is the report ready? യെസ് സർ. Bring it to my office in the evening. സർ, What's it? ലൊക്കേഷനിൽ വെച്ച് ഷൂട്ടിങ്ങിനിടയിൽ എടുത്ത ചില ഫോട്ടോകളാണ്. Right. Did you notice this face? യെസ് സർ. ഷൂട്ടിംഗ് കാണാൻ വന്നവരിൽ ഒരാളാണ്. ഷൂട്ടിംഗ് കാണാൻ വേണ്ടി മാത്രം വന്നതാണോ? A typical criminal face. ലൊക്കേഷനിലുള്ളവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് തുമ്പ് കിട്ടണമായിരുന്നു. ഡയറക്ടറുടെയും പ്രൊഡ്യൂസറുടെയും ഷോക്ക് ഇനിയും മാറിയിട്ടില്ല സാർ. അതൊരു കള്ള ലക്ഷണമാണ്. അതിലുൾപ്പെട്ടവരെ ഇനി ചോദ്യം ചെയ്തുകൊണ്ട് പ്രയോജനമില്ലെന്ന് തോന്നുന്നു. ആരാണത് ചെയ്തത്? Who has done it? റൈറ്റ് ശാന്താറാം. സ്റ്റൺ മാസ്റ്റർ ഒന്നുകൂടി ക്വസ്റ്റ്യൻ ചെയ്യണം. സർ. അതെ, പ്രേംനവാസ് തന്നെ. ഇല്ല, ചേട്ടനോട് അങ്ങനെ ആരെങ്കിലും വഴക്കിട്ടിട്ടുള്ളോ എനിക്കറിയില്ല. ഇല്ല, ഞങ്ങൾ തമ്മിൽ കുടുംബകാര്യങ്ങളല്ലാതെ സിനിമാ കാര്യങ്ങളെ കുറിച്ചൊന്നും പറയാറില്ല. മിസ് ശാന്താറാം, നിങ്ങളുടെ പോലീസ് വളരെ ഇന്നാക്റ്റീവ് ആണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അല്ല, നിങ്ങളുള്ള സ്വാതന്ത്ര്യം കൊണ്ട് പറയുകയാണ്, പിന്നെ ഞങ്ങളുടെ സങ്കടം കൊണ്ടും. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ മിസ് ശാന്താറാം, മനുഷ്യന് ചെന്നെത്താൻ പറ്റാത്ത ഇത്രയും വലിയ കാട്ടിൽ എന്തിനാണ് ഈ ഷൂട്ടിംഗ് കൊണ്ടുവന്ന് വെച്ചത്? ഒറിജിനാലിറ്റിക്കായിരിക്കും. അത് ശരി. കിട്ടുന്ന വിവരങ്ങളൊക്കെ അപ്പോഴേ അറിയിക്കണം. ഓക്കെ, താങ്ക് യു. നമ്മുടെ പോലീസ് ഒന്നും പറയണ്ട, എല്ലാവരും നമ്മുടെ കൂട്ടുകാരുമാണ്. അവിടെ കിടന്നടിക്കട്ടെ. എത്ര പേരോടാണ് ദിവസവും മറുപടി പറയുക? ആമാ, കേരള പോലീസ് ரொம்ப പൊളിറ്റിക്കലായി. മദ്രാസ് പോലീസ് தான் வரணும். ഏത് ദ്രോഹികളാണ് ഇത് ചെയ്തത്? ഇന്നാള് ഷൂട്ടിങ്ങിനിടെ കണ്ടപ്പോഴും നസീർ സാറ് എന്റെ ഭാര്യയും കുട്ടികളെയും തിരക്കി. എന്തൊരു ഓർമ്മശക്തി!
എന്റെ പെങ്ങളുടെ കല്യാണത്തിന് വരെ എന്നെ സഹായിക്കാമെന്ന് ഏറ്റതാ. ഓ, എല്ലാം ഒരു മായ പോലെ. എന്നാലും നമ്പ മുടിയില്ലേ? യാരെന്താ വരെ സെഞ്ചിരിപ്പാ? എനിക്ക് അത്യാവശ്യമായി ഇവിടം വരെ പോകണം. നമുക്ക് ഇനിയും കാണാം. ഈ ഷോട്ട് തന്നെ എടുക്കേണ്ടത്. നല്ല ഭംഗിയായിട്ട് പറഞ്ഞു കൊടുക്കും. വിശ്വംഭരൻ, പ്രേം നസീറിനെ കാണാതായ സംഭവം പ്രേം നസീർ എന്ന വ്യക്തിക്കെതിരായോ അതോ ചലച്ചിത്ര വ്യവസായത്തിനെതിരായോ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? കാര്യങ്ങൾ അവ്യക്തമായിരിക്കെ എന്ത് പറയാനാണ്? എന്നാൽ എനിക്ക് തോന്നുന്നത് വ്യക്തിപരമാകാനാണ് സാധ്യത. ഈ അതിക്രമത്തിനെതിരെ നിങ്ങൾ ചലച്ചിത്ര പ്രവർത്തകർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ചെയ്യേണ്ടത് സർക്കാരും പോലീസും ഒക്കെ അല്ലേ. സ്റ്റാർട്ട് ക്യാമറ, ആക്ഷൻ. വരൂ ശാന്തികൃഷ്ണ, വരൂ. ഇവിടെ വെക്കൂ ഡാഡി, ഞാൻ അറേഞ്ച് ചെയ്തോളാം. ശരി. ശ്രീ പ്രേം നസീറിനെ തട്ടിക്കൊണ്ടുപോയി എന്ന സംഭവത്തെ കുറിച്ച് മിസ്റ്റർ നെടുമുടി വേണുവിന്റെ അഭിപ്രായം എന്താണ്? തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നത് തന്നെ വേറൊരു തട്ടിപ്പല്ലേ എന്നാണ് സംശയം. ഇനി അഥവാ ശരിയാണെങ്കിൽ തന്നെ തട്ടിക്കൊണ്ടുപോകാൻ യോഗ്യതയുള്ള പലരും ഉണ്ടായിരിക്കെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നസീർ സാറിനെ പോലെ ഒരാളെ തിരഞ്ഞെടുത്തത് തീരെ ശരിയായില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിലെന്തെങ്കിലും രാഷ്ട്രീയമായ കൈകടത്തലുണ്ടോ? തട്ടിക്കൊണ്ടുപോയത് ചാക്കിലാണെങ്കിൽ അത് രാഷ്ട്രീയക്കാരായിരിക്കും എന്ന് നിസ്സംശയം പറയാം. ഒന്നുകൂടി കാണട്ടെ. യെസ് സർ. നമ്മെ മനസ്സിലായി കാണുമല്ലോ. നാമാണ് ആറേക്കാട്ടമ്പാടി തമ്പാൻ. ഇത് എന്റെ പുത്രി. മാലിനി നദിയിൽ കണ്ണാടി നോക്കും മാനേ പുള്ളിമാനേ, ആരോടും പോയി പറയരുതീ കഥ മാനേ പുള്ളിമാനേ. മാലിനി നദിയിൽ കണ്ണാടി നോക്കും മാനേ പുള്ളിമാനേ, ആരോടും പോയി പറയരുതീ കഥ മാനേ പുള്ളിമാനേ. നിൻമലർമിഴികളിളഞ്ഞനമെഴുതിയ നിന്റെ ശകുന്തള ഞാൻ. നിൻമലർമിഴികളിളഞ്ഞനമെഴുതിയ നിന്റെ ശകുന്തള ഞാൻ.
സഖിയുടെ ചഞ്ചലമിഴിയുടെ നിത്യകാമുകനല്ലോ ഞാൻ, നിത്യകാമുകനല്ലോ. നിൻ പ്രിയ സഖിയുടെ ചഞ്ചലമിഴിയുടെ നിത്യകാമുകനല്ലോ ഞാൻ, നിത്യ പ്രേമലസറിനെ കാണാതിനെ തുടർന്ന് ഏതൊരു നടനിൽ നിന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ ഏതോനായി നടൻ എന്തോ ആർക്കറിയാം, എല്ലാവരുടെ മർത്തവൻ ഉപ്പാതാ. സത്തയെ കൊണ്ടൊരു തുടുപിടിച്ചിട്ടുണ്ട്. പ്രേമലസർ എവിടെയാണെന്ന് അറിയാലോ. എങ്കിലും സിനിമ പാത്തതേ ഇല്ല. ഇതോടെ പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. എല്ലായിടത്തും അവർ വല വീശി കഴിഞ്ഞു. 100 കണക്ക് ആളുകളെ ചോദ്യം ചെയ്യുന്നു. പിന്നെ പ്രത്യേക പോലീസും ഫോറസ്റ്റുകാരും തെരച്ചിൽ തുടരുന്നു. സാരമില്ല, നീ വാ. എന്താടാ, എന്തുണ്ടായി? പ്രത്യേകിച്ചൊന്നുമില്ല. പോലീസൊന്നും ഇതിൽ അതിങ്ങെടുക്കാം. മോണ്ട് ഇത്രയും മതിയോ? മതി. കുറഞ്ഞു പോയില്ലേ? ഇല്ല. എന്താ ഒരു കത്തും പിടിച്ചിരുന്ന് ഇങ്ങനെ വേർക്കുന്നത്? എടി, നസീർ സാറിനെ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയതാ, പണം കിട്ടാൻ വേണ്ടി. നമ്മുടെ ഷൂട്ടിംഗ് സമയത്ത് നസീർ സാറിനെ വിട്ടുതരാമെന്ന്. കല്ലുമലയുടെ അടിവാരത്തിൽ ഗോൾഡൻ സ്പോട്ടിൽ 4-ാം തീയതി രാത്രി 11 മണിക്ക് 2 ലക്ഷം രൂപ ഒറ്റയ്ക്ക് കൊണ്ടുവച്ചാൽ ചേട്ടൻ പോലീസിനെ വിളിക്കാൻ പോവാണോ? പോലീസിനെ അറിയിച്ചാൽ നമ്മളെ കൊന്നാളെന്നല്ലേ എഴുതിയിരിക്കുന്നത്. പ്രേംനസീറിനെ തട്ടിക്കൊണ്ടുപോകാൻ മടിക്കാത്തവരാ, പിന്നെയാ നമ്മളെ തട്ടാൻ വിഷമം. എങ്കിലും അറിയിക്കേണ്ട നമ്മുടെ കടമയിൽ. വേറെയും പ്രൊഡ്യൂസർമാരുണ്ടല്ലോ, അങ്ങേരെ വെച്ച് വർഷത്തിൽ 4-5 പടം എടുക്കുന്നവർ. അവർ രൂപ കൊണ്ട് വെക്കോ പോലീസിനെ അറിയിക്കോ ചെയ്യട്ടെ. നമുക്കിങ്ങനെ ഒരു കത്ത് കിട്ടിയില്ലെന്ന് വിചാരിച്ചാൽ മതി. പ്രേംനസീറിനെ കണ്ടെത്താത്ത സർക്കാർ രാജിവെക്കുക. പ്രതിപക്ഷ ഐക്യം സിന്ദാബാദ്. ക്രമസമാധാനം തകർത്ത ആഭ്യന്തരമന്ത്രി രാജിവെക്കുക. പ്രതിപക്ഷ ഐക്യം സിന്ദാബാദ്. എവിടെ എവിടെ പ്രേംനസീർ എവിടെ? പറയൂ പറയൂ സർക്കാര്. കണ്ടെത്തും പ്രേംനസീറിനെ കണ്ടെത്തും. കണ്ടെത്തും കണ്ടെത്തും പ്രേംനസീറിനെ കണ്ടെത്തും. കേരള സർക്കാർ സിന്ദാബാദ്. പ്രേംനസീർ നടപ്പിച്ച പ്രതിപക്ഷത്തെ ആഭ്യന്തരമന്ത്രി രാജിവെച്ചൊഴിക്കും. പ്രതിപക്ഷ മുന്നണി ശ്രീ പ്രേംനസീറിനെ ദിവസങ്ങൾക്കകം കണ്ടുപിടിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി പലതവണ നടത്തിയ പ്രഖ്യാപനങ്ങൾ പൊള്ളയാണെന്നും ഇത് ആഭ്യന്തര വകുപ്പിന്റെ സമ്പൂർണ്ണ പരാജയത്തെയാണ് കാണിക്കുന്നതെന്നും തെളിഞ്ഞിരിക്കെ മന്ത്രി ഉടൻ രാജിവെച്ച് പുറത്തു പോവുകയാണ് വേണ്ടത്. രാജിവെക്കുന്ന പ്രശ്നമില്ല. ഈ ഗവൺമെന്റ് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നും കുറ്റവാളികളെ ഉടനടി കണ്ടുപിടിച്ച് ശിക്ഷിക്കുമെന്നും ഒരാശങ്കയ്ക്ക് വിട നൽകാതെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഈ സംഭവത്തിന്റെ പിന്നിൽ
വിദേശകരങ്ങളുടെ ഇടപെടലുണ്ടോ എന്നും സംശയിക്കുന്നു. Yes. അതെ, ഹോം മിനിസ്റ്റർ തന്നെ. ആ പ്രേം നസീർ ഈ രാജ്യത്തിന്റെ അഭിമാനവും ഐശ്വര്യവുമാണെന്ന് ഈ ഗവൺമെന്റിന് അറിയാം. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ദുഃഖമാർന്ന വിയോഗമല്ല സർ, തിരോധാനമാണ്. എങ്കിൽ തിരോധാനം. തിരോധാനത്തിൽ ദുഃഖമാർന്ന ജനതയുടെ വികാരങ്ങൾ ഗവൺമെന്റ് ഉൾക്കൊള്ളുന്നു. എനിക്ക് മനസ്സിലാകുന്നില്ല ആര് എന്തിനു ചെയ്തു. നമ്മുടെ പ്രിയപ്പെട്ട പ്രേം നസീറിനെ, പ്രിയങ്കരനായ പ്രേം നസീറിനെ തട്ടിക്കൊണ്ടുപോകുക, ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയ ഉദ്ദേശങ്ങളുണ്ട്. എന്തു വില കൊടുത്തും ജനങ്ങളുടെ ജീവനും സ്വത്തിന് സംരക്ഷണം നൽകുക എന്നുള്ളത് ഗവൺമെന്റിന്റെ പ്രഖ്യാപിത നയമാണ്. ഈ ഗവൺമെന്റ് ഉണ്ടെങ്കിൽ മണിക്കൂറുകൾക്കകം പ്രേം നസീറിന്റെ തിരോധാനത്തിൽ ആരാണ് ഈ പ്രേം നസീർ? ആരാ? ഈ സർക്കാരിന് അറിഞ്ഞുകൂടാ. അറിയുമായിരുന്നെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ പ്രേം നസീറിനെ ഒരു കേടുപാടും കൂടാതെ നമ്മുടെ ഇടയിലേക്ക് കൊണ്ടുവരുമായിരുന്നു. നസീറിന്റെ ഇപ്പോഴുള്ള ജനസമ്മതിയിൽ ഏത് കക്ഷിക്കാണ് ഭീഷണി എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്നതാണ്. ഞങ്ങളുടെ പാർട്ടിയാണ് ഇപ്പോൾ അധികാരത്തിലുണ്ടായിരുന്നതെങ്കിൽ ഇവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ ആ മന്ത്രിസഭയുടെ നില ഇല്ല. ഞാനത് പറയുന്നില്ല. ഇത് രാഷ്ട്രീയം ചർച്ച ചെയ്യാനുള്ള വേദിയല്ല, അവസരവുമല്ല. പക്ഷെ ഇവിടുത്തെ സർക്കാരിന്റെ ഈ അനാസ്ഥ, നമ്മുടെ പോലീസിന്റെ പിടിപ്പുകേട്, ഞാനൊന്ന് ചോദിക്കട്ടെ, എന്തിനു മനുഷ്യരെ ആക്രമിക്കാനുള്ള നമ്മുടെ പോലീസ് എവിടെ പോയി? ചിത്രേ, ഓടിവാടി, ഓടിവാടി വന്നേ. എന്താ കാണട്ടെ? കാണട്ടടി. ആ തേൻ കൊടുകൂടാ. ഇതെന്താ മര? ഇവൾക്ക് വാലത്തിരി കൂടുതലായി. മാരൻ രാത്രി വന്നിരുന്നു, ഞാൻ ഉറങ്ങിപ്പോയി. நாங்க எங்க எப்படி புதுசா எந்த சப்தம் கேட்டாலும் நான் இங்க வந்து. പിന്നെ പറമ്പിപ്പാറയുടെ തുടക്കത്തിലാ കണ്ണു കൂടുതലായി വേണ്ടത്. மாப்பிள்ளை அங்க எப்படி இருக்கு? ആരാ? ഒരാൾക്കൊന്നും നാട്ടിൽ പോയി മടങ്ങേണ്ടതായി വരും കേട്ടോ. அதுக்கு என்ன? ചിത്ര, അതൊരാളിരിപ്പുണ്ട്. ചുമ്മാ പോയി சொல்றேன். അല്ല പെണ്ണെ, നിന്നെ പിടിച്ചുകൊണ്ടു പോകാൻ വന്നിരിക്കുക. ഇവിടെ இருக்குமா? അതല്ലേ. ആരാ? ഞാനത് രാത്രി ലേറ്റായിട്ട് വരും. എന്താ പേര്? റോസമ്മ ജോൺ. നല്ല പേര്. പറ്റ റോസ. അയ്യേ, അത് മമ്മിയുടെ പേരാ. ഐ എം സോറി. അയ്യോടി ചിത്രക്കുട്ടി, ഇങ്ങനെയാണോ നീ രാവിലെ വരുന്നത്? ഇങ്ങനെയാണെങ്കിൽ നിന്നെ ഇവിടുത്തെ വീട്ടുകാരെ ആക്കത്തില്ല. ഇനി നിന്നെ വിടാനും പോണേ. ഇവിടെ ഒക്കെ നടിച്ച് വൃത്തിയാക്കി കാണട്ടെ നിന്റെ മിടുക്ക്.
സിനിമയൊന്നുമല്ല, ഇത് സിനിമ കമ്പിയല്ല, ഇത് അങ്ങനെയൊന്നും വളയത്തില്ല. ഞാനല്പം ബലം പ്രയോഗിച്ചാൽ പൊട്ടിമാറുന്നതാണ് ഈ അഴികൾ. എന്താ കാണിച്ചു തരട്ടെ. പക്ഷെ എന്റെ മാന്യത എന്നെ മോചിപ്പിക്കുന്നത് വരെ ഇവിടെ തുടരാനാണ്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങളുടെ ഉറക്കം കളയണ്ട. എങ്ങനെ ഉറക്കം വരും? All lights, start camera, running, action. 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 എന്താ ഇത്, നിങ്ങൾക്ക് തലയ്ക്ക് വട്ടാണോ? അയ്യോ, സാർ ഉറങ്ങാൻ വേണ്ടിയാ. ശബ്ദം കൊണ്ടെങ്കിലും ഒരു സ്റ്റുഡിയോ അന്തരീക്ഷം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വേണ്ട വേണ്ട, ഞാൻ ഉറങ്ങിക്കൊള്ളാം. നിങ്ങളുടെ താരാട്ടൊന്നും വേണ്ട. സ്റ്റുഡിയോക്കകത്തൊന്നുമല്ല ഞാൻ പെറ്റു വീണത്. നീங்க വന്നേ. ഇന്ന് സ്കൂളില്ലേ? പഠിക്കുന്നില്ലേ? ചിത്ര സിനിമ കണ്ടിട്ടുണ്ടോ? ഏത് സിനിമയാ? അപ്പനും അമ്മയും രണ്ട് சிரிக்கிற குழந்தைகளும் அப்பனும் அம்மையும் அழுகிற 80 குழந்தைகளும் உள்ள சினிமா. ഞാൻ ആരാണെന്നറിയാമോ? ആരാ? എങ്ക മാമന്റെ മാമൻ. നാട്ടിലുള്ളവരെ സർക്കാർ കാണിക്കുന്ന ചുവന്ന ത്രികോണമുള്ള സിനിമ. സാറിന്റെ സിനിമയൊക്കെ അങ്ങ് നാട്ടില്. ഇവിടത്തെ കുട്ടികളൊന്നും സിനിമയും കണ്ടിട്ടില്ല, സ്കൂളിലും പോയിട്ടില്ല. ഇന്ദിരാഗാന്ധി ആരാണെന്ന് അറിയാത്തവർ പോലും ഇവിടെ ഉണ്ട്. മഹാത്മാഗാന്ധി അറിയാത്തവർ നാട്ടിലുമുണ്ട്. അപ്പൊ പിന്നെ മൊറാർജി. സന്ധ്യയ്ക്ക് നീ എവിടെയായിരുന്നു? കഞ്ഞി വെക്കാൻ അരി എവിടെ നിന്ന് കിട്ടി? സന്ധ്യയ്ക്ക് നീ എവിടെയായിരുന്നു? കുഞ്ഞു വെച്ചെന്ന് പതിഞ്ഞു കിടക്കുന്നത് കണ്ടില്ലേ? എനിക്കത് സഹിക്കാം. തെണ്ടാൻ പോലും പ്രായമാകാത്ത ഈ കുഞ്ഞിനെ നിന്നെ വിറ്റ് ഈ കുഞ്ഞ് വളരണ്ട. ആ കുഞ്ഞ് ഇപ്പോൾ എഞ്ചിനീയറിംഗിന് പഠിക്കുക. എനിക്ക് മനസ്സിലാകാത്തത് അതല്ല,
അവൾ സ്വയം ഒരു തൊഴിൽ സ്വീകരിച്ചിട്ട് പിന്നെ ചാകാൻ പോയത് എന്തിനാ? വയറ്റിപ്പിഴപ്പിന് വേണ്ടി തെറ്റ് ചെയ്യുന്ന ഒരു പെണ്ണിന്റെ ഗതികേടിന്റെ കരച്ചിലായിരുന്നു ആ രാത്രി മുഴുവൻ. അന്നാരും കഞ്ഞി കുടിച്ചില്ല. പിറ്റേന്ന് ആ പുളിച്ച കഞ്ഞി അയാളും കുടിച്ചു. അന്ന് അവളെ കുറെ തല്ലിയിരുന്നെങ്കിൽ അവൾ വീണ്ടും വ്യഭിചരിക്കുമായിരുന്നു. പക്ഷേ ഭർത്താവ് ഇങ്ങനെ വേദനിച്ചുകൊണ്ട് കീഴടങ്ങിയത് അവൾക്ക് താങ്ങാനായില്ല. കള്ളക്കഥ. ഇതേതോ സിനിമയെ കണ്ടതുപോലുണ്ട്. നമ്മൾ എന്തോ വേണമെന്ന് അങ്ങനെ പറയുന്നത്? എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് ഒരു കത്തെഴുതാൻ അനുവദിക്കണോ അത്രേ? വേണ്ട വേണ്ട, സൂത്രപ്പണിയാ. ഓ, അതെങ്ങനെ? നമ്മൾ സെൻസർ ചെയ്തല്ലേ അയക്കൂ. ഞാനും ചോദിച്ചിട്ട് വരാം. അയാൾ ഏത് കോളേജിലാണ് പഠിക്കുന്നത്? തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ്. പേര് രാധാകൃഷ്ണൻ. മാസം തോറും രൂപ എത്തിക്കുന്നത് ഞാന്. മുടക്കം വന്നാൽ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കും. എന്റെ വീട്ടിൽ നിന്ന് കാശ് വാങ്ങണമെന്ന് മാത്രമേ ഞാൻ എഴുതൂ. ശരി, ആലോചിക്കട്ടെ. ആ, നമസ്കാരം. 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 എന്തായി സാർ തീരുമാനം? ക്യാബിനറ്റ് ഇപ്പൊ കഴിഞ്ഞല്ലേ ഉള്ളൂ. അയൽ സംസ്ഥാനങ്ങൾ അലർത്തിയാൻ തീരുമാനിച്ചു. നസീറിനെ അയൽ സംസ്ഥാനങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ടുള്ളതായി സൂചനയുണ്ട്. നസീർ വെളിച്ചത്ത് വരുന്ന ദിവസത്തെ പറ്റി നിങ്ങൾ പറയാൻ കഴിയുമോ? മണിക്കൂറുകൾക്കകം സംഭവിക്കാം. സംഭവിക്കാതിരിക്കുകയും ചെയ്യാം അല്ലേ? ഏറിയാൽ 4 ദിവസത്തിനാവും. വരട്ടെ. നിങ്ങൾ കേൾക്കുന്ന വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ശ്രീ പ്രേം നസീറിനെ 4 ദിവസങ്ങൾക്കുള്ളിൽ കണ്ടുപിടിക്കുന്നതാണെന്ന് ആഭ്യന്തരമന്ത്രി ഇന്ന് തിരുവനന്തപുരത്ത് പ്രസ്താവിച്ചു. ക്യാബിനറ്റ് തീരുമാനം വെളിപ്പെടുത്തുകയായിരുന്നു മന്ത്രി. ശ്രീ പ്രേം നസീറിനെ കാണാതായത് സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ചിലരെ ചോദ്യം ചെയ്തതിലൂടെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ജനങ്ങൾ ഊഹാപോഹങ്ങൾ പരത്തുകയോ സമാധാന ഭംഗം വരുത്തുകയോ ചെയ്യരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ സമയത്തുള്ള ഏത് മുതലെടുപ്പിനെയും ഗവൺമെന്റ് കർശനമായി നേരിടുന്നതാണ്. നേരം വെളുത്തത് മുതൽ ഇത് തന്നെയാണ് കേൾക്കുന്നത്. ഏതാണ്ട് നടക്കാൻ പോകുന്ന ലക്ഷണമുണ്ട്. നാളത്തെ പത്രത്തിൽ അറിയാം. കടയ്ക്ക് തീ വെച്ചെന്നോ വിമാനം തിരിച്ചു വിട്ടെന്നോ മറ്റോ. ഇവിടെ ആര് നിയമം കയ്യിലെടുത്താലും ഗവൺമെന്റ് കൈയും കെട്ടി നോക്കി നിൽക്കില്ല. വേണ്ടി വന്നാൽ പട്ടാളത്തിനിറക്കും. ഇവിടെ ഒരു ഭരണമുണ്ടോ കേശവ? ഇപ്പൊ എവിടെ പോയി നിങ്ങളുടെ ക്രമസമാധാനം? പ്രൈം മിനിസ്റ്റർ നിങ്ങൾ ഒളിപ്പിച്ചതാണ്. അയ്യടാ, നിങ്ങളത് ചെയ്തത്. എന്താ 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 അങ്ങേര് നിങ്ങളുടെ പാർട്ടി ചേരുന്ന് പറഞ്ഞ് നടന്നല്ലേ? ഇപ്പൊ എന്തായി? അത് നടന്നോ? സ്റ്റേറ്റിന്റെ ലോ ആൻഡ് ഓർഡർ അപകടത്തിലാണെന്ന് വരുത്താൻ പ്രേം നസീറിന്റെ പേരിൽ മുതലെടുക്കുന്ന പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണിത്. ആര്? ഓപ്പോസിഷൻ പാർട്ടികളോ? ഹേയ്, നോ. അവർക്കിവിടെ മാസ് ബേസ് ഉണ്ട്, സോളിഡ് ഓട്സ് ഉണ്ട്. നസീർ ഇവിടെ പാർട്ടി ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും അതുകൊണ്ടൊരു ചുക്കും വരാൻ പോകുന്നില്ല. പിന്നെ നഷ്ടം മറ്റു ചിലർക്കാണ്. എന്ത് ഫൂളിഷ്നസ് ആയി പറയുന്നത്? എത്ര കാലമായി ഭരണമെന്ന് മാറ്റാൻ ശ്രമിച്ചിട്ട് നടന്നോ? ചൂടാകുക വെച്ചായ ഈ രാഷ്ട്രീയത്തിലേക്ക് ഒരുപാട് കള്ളക്കളികളുണ്ട്. നമുക്കറിയാൻ മേല. നഷ്ടമൊക്കെ നമുക്ക് തന്നെയാണ്. ഛേ, കുടിച്ച കള്ള് പോലും ഇറങ്ങിപ്പോയി. നിങ്ങൾ പൊളിറ്റിക്സ് പറയുകയാണെങ്കിൽ ഞാനും പറയും. ബാറിൽ പറയാൻ കണ്ട ഒരു വിഷയമേ, ഗാബ്രിയേൽ മാർക്യൂസിന്റെ അല്ല, ഗാബ്രിയേൽ മാർക്യൂസിന്റെ. ഗാബ്രിയേൽ മാർക്യൂസിന്റെ 100 years of solitude വായിച്ചു. പോടാ, ഇതും ബാറിലെ വിഷയമല്ല. നമുക്ക് നമ്മുടെ ഏലിയാമയെ കുറിച്ച് പറയാം. കാട്ടുപോത്ത് കരടി കടുവ നേർക്കുവന്നപ്പോൾ ഞങ്ങൾ കൂർത്ത കല്ലുകൾ ഓങ്ങി നിങ്ങളെ കാത്തുകൊണ്ടില്ലേ? പുലിയുടെ കൂർത്ത പല്ലിൽ നിന്നു നിങ്ങൾ കാത്തുകൊണ്ടില്ലേ? നിങ്ങളെ കാത്തുകൊണ്ടില്ലേ? പേടിക്കാനൊന്നുമില്ല, ഇതൊന്നും ഉള്ളതാണ്. നിങ്ങൾ എന്തിനാ ഉറങ്ങാതിരിക്കുന്നത്? പോയി കിടന്നോളൂ. ഞാനൊന്നും ഓടിപ്പോവില്ല. അത് വേലയല്ലേ? എനിക്കൊരല്പം സ്വൈരം തരൂ. ആരുടെയും ശല്യമില്ലാതെ ഞാൻ എന്റെ കുഞ്ഞുങ്ങളെങ്കിലും ഓർത്ത് ഇവിടെ ഒന്ന് കഴിഞ്ഞോട്ടെ. ഇവിടെ സ്വൈരം കിട്ടും. ഷൂട്ടിങ്ങിന്റെ തിരക്കില്ല, ചാത്ത് കെട്ട് വിളികളൊന്നുമില്ല, ഡൊണേഷൻ ചോദിച്ച് ആരും വരത്തില്ല, സ്വീകരണക്കാർ വരത്തില്ല, പത്രക്കാരുടെ ശല്യം ഒട്ടും ഉണ്ടാകത്തില്ല. പിന്നെ ഇൻകം ടാക്സിന്റെ പേരും പറഞ്ഞ് ആരും വന്ന് ബുദ്ധിമുട്ടിക്കത്തില്ല. പിന്നെ ഒരു കാര്യം, ഇവിടെ പണം കിട്ടില്ലെന്നുള്ള കുഴപ്പമേ ഉള്ളൂ. അല്ല, ഇവിടെ ഇപ്പൊ പണം കിട്ടിയിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ. സാരമില്ല, ഇവിടെയാണ് സത്യത്തിൽ സാറിന്റെ മനസ്സ് തേടിയിരുന്ന ശാന്തി തീരം. പ്ലീസ്
ഞാനിവിടെ ഉണ്ട്. ചന്ദനം പൂശി വന്ന വെണ്ണിലാവേ നിന്നെ പോലെ മനം കവരും സുന്ദരിയെ കണ്ടോ എന്റെ കൺമണിയെ കണ്ടോ ചെമ്പകം പൂത്തുലഞ്ഞ നീലരാവേ ചന്ദനം പൂശി വന്ന വെണ്ണിലാവേ നിന്നെ പോലെ മനം കവരും സുന്ദരിയെ കണ്ടോ എന്റെ കൺമണിയെ കണ്ടോ ചെമ്പകം പൂത്തുലഞ്ഞ നീലരാവേ നീ എന്തിന്റെ എവിടെ നിന്ന് കറങ്ങിയാണ് പാവങ്ങളുടെ പാകരടിക്കാണോ? ഞാനത് നിർത്തിയാമാനെ. നിർത്തുവല്ലേടാ പ്രാന്തത്തിന് തട്ടിക്കൊണ്ട് നീ അല്ലേടാ? അയ്യോ ഞാനോ? എനിക്കെന്തിനാ സാറേ പ്രേമനസീർ? അത് ഞാൻ പറഞ്ഞല്ലേടാ. നടക്ക സ്റ്റേഷനിൽ ചെല്ലുമ്പോ എല്ലാം ഏറ്റോളും. നിന്റെ കൂട്ടുകാരൻ മാല പൊട്ടിച്ചോളോട് തിരുത്തല്ലേ? അവനെയും നാളെ ഞാൻ എടുക്കും. നടക്കടാ നടക്ക. മിസ്റ്റർ ശിവൻ, നിങ്ങൾ കാര്യം സംശയമുണ്ടെന്ന് പറഞ്ഞല്ലോ. ആരാണ് അയാൾ? വക്കച്ചൻ. എന്റെ ഈ പടം ആദ്യം റിലീസ് ചെയ്യിക്കില്ലെന്ന് അയാൾ എല്ലാവരോടും പറഞ്ഞു നടന്നതാ മോശടൻ. പക്ഷെ അയാളുടെ ഈ കളി എന്റെ അടുത്തോട്ട് നടക്കൂല. എന്റെ സാറേ, ആ ആഴ്ച നടക്കേണ്ട എന്റെ ഷൂട്ടിംഗ് മുടക്കാൻ വേണ്ടി വേറെ ഒരു വഴിയും കാണാഞ്ഞ് പ്രേമനസീറിനെ അയാൾ കൽപ്പിച്ചു കൂട്ടി ഒളിപ്പിച്ചതാ. അത് ഉറപ്പാ. എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ. എന്റെ സാറേ, എന്റെയും വക്കച്ചന്റെയും സിനിമാ കഥ ഒന്നാ. രണ്ടിലെ നായകൻ നസീറ. അപ്പൊ ആദ്യം റിലീസ് ചെയ്യുന്ന പടമേ ഓടൂ, മറ്റേത് പെട്ടിയിലിരിക്കും. അയാൾ ആളൊരു മോശടനാ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളോ? ഇനി മറ്റാരെങ്കിലും സംശയമുണ്ടോ? സംശയമുണ്ടോന്ന് ചോദിച്ചാ ഇപ്പോ ഈ പുതുതായിട്ട് വന്ന നടന്മാരില് ഇപ്പോ പരിഗണ്ട, പേര് പറയൂ. പേരിപ്പോ പറഞ്ഞ പറയൂ. അങ്ങനെ പേര് പറഞ്ഞ പിന്നെ ഒരാളിന്റെ മിസ്റ്റർ പ്രേംനസീറിന്റെ പല ചിത്രങ്ങളിലെ നായികയായി നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ തിരോധാനത്തെ പറ്റി എന്ത് പറയാനുണ്ട്? വിഷമമുണ്ടാകാം. വായനക്കാർക്ക് വേണ്ടിയെങ്കിലും ഒന്ന് പറയണമല്ലോ. എനിക്കൊന്നും പറയാൻ വയ്യ. ഞാനിനി എങ്ങനെ ആക്ട് ചെയ്യും? നിങ്ങളുടെ നായകനായി മറ്റൊരാൾ വന്നാലോ? എനിക്കറിയില്ല. എന്നോട് ഇനി ഒന്നും ചോദിക്കരുത് പ്ലീസ്. ഒന്നുകൂടെ. അടുത്ത മാസത്തെ കവർ ചിത്രത്തിന് നിങ്ങളുടെ ഒരു പടം വേണം. നല്ലൊരു പടം എടുക്കൂ. ഇങ്ങനെ മതിയോ? വരാ.
ഒറിജിനൽ മീൻ കണ്ടിട്ട് വളരെ കാലമായി കാണും. സാധാരണ ഫിഷ് ഫ്രൈ ആണല്ലോ. മീനും കണ്ടിട്ടുണ്ട്. മാരൻ കുട്ടികളെ സ്കൂളിൽ അയക്കാത്തതുണ്ട്. ഇപ്പൊ പുസ്തകത്തിനും ആഹാരത്തിനും ഒന്നും കാശ് കൊടുക്കണ്ടല്ലോ. ഒന്നും വേണ്ടാങ്കോ, നാങ്ക ഇപ്പഴേ ഇരുന്നതോ. അന്നേക്കൊരു നാള് കേറുമലയിലെ ഒരു വാദ്യാര് വന്നാச்சு. വാദ്യാര് പോனதுக்கு அப்புறம் நம்ம கூட்டத்துல ஒரு பொண்ணு ஆத்துல வீடு சத்தாச்சு. இனி அப்படி ஒன்றும் நம்ம கூட்டத்துல பெண்ணுக்கு வரக்கூடாது. ഇതൊക്കെ ഇവര് പറഞ്ഞു തന്നല്ലേ? ഇല്ല ഇല്ല, അവർ നമുക്ക് സ്വന്തം. കാടും നാടും മാത്രമുള്ള ഒരു ബന്ധമല്ല ഇത്. വർഷങ്ങൾക്ക് മുമ്പ് ഈ കാട്ടിനുള്ളിൽ വേറിട്ട് പോയ ഒരു ബന്ധമാണിത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓ, കൂപ്പിന്റെ പണി ഒരാഴ്ച കഴിഞ്ഞ് തുടങ്ങാം. കാട്ടിലെ പാഴ്മരങ്ങൾ മാത്രമല്ല എന്റെ ബിസിനസ്. സൂപ്രണ്ട് പുതിയ ആളായതുകൊണ്ട് പലരും മുതലെടുത്തേക്കാം. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓ ആ മാരാ, ഇവിടെ താമസ സൗകര്യങ്ങൾ തീരെ പോരാ, വേണ്ട ചെയ്തു കൊടുക്കണം. പഴയ സൂപ്രണ്ടിനെ ഞാൻ പറഞ്ഞു വിട്ടത് എന്തിനാണെന്ന് അറിയാമോ? എന്റെ ചിട്ടകൾ അനുസരിക്കാത്തതുകൊണ്ട്. ചിട്ടകളാണ് എനിക്ക് പ്രധാനം. പിന്നെ കാലത്തിനൊത്തുള്ള മാറ്റവും. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനിയൊക്കെ നാളെ പറയാം. അയാൾ എന്തിനാ ഇത്ര പത്രാസ് കാണിക്കാൻ? വേറെയും കൂപ്പുമുതലാളിമാരില്ലേ? അയാളുടെ ഒരു നോട്ടം തണ്ട് വന്നില്ല. അതിനുമുമ്പ് കുറ്റം പറച്ചിൽ തുടങ്ങി. നിനക്കത് നിർത്താമോ? ഞാൻ പറഞ്ഞതാ കുറ്റം. മുമ്പ് ഓരോരുത്തന്മാരെ വിശ്വസിച്ച് പുറകെ നടന്നിട്ട് എന്തായി ഇപ്പോ? നീ ഒന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ? പുള്ളിക്കാരോടെ ഉണ്ടോ? ഇല്ലല്ലോ, കൂപ്പിൽ പോയല്ലോ. എന്താണ് ഒരു ഭയം? ഇവിടെ ഒറ്റയ്ക്കായതുകൊണ്ടാണോ? ചിലപ്പോ രാത്രിയും കൂപ്പിൽ പണിയുണ്ടാകും. അപ്പൊ പിന്നെ പകലേ ഇങ്ങനെ പേടിച്ചാലോ? ശരി, ഞാൻ പോട്ടെ. തള്ളയും തന്തയും കൊന്നേച്ച് വന്നിരിക്കുകയല്ലേ, ഇവിടെ മുടിക്കാനാവും. എന്തായാലും അവനെന്റെ പെങ്ങടെ മോനല്ലേ. നമ്മൾ അവനെ ഇവിടെ നിർത്തിയില്ലെങ്കിലേ ബന്ധുക്കാരെന്തോ പറയും. കേറിപ്പോ. എന്തെങ്കിലും ചെയ്തോ? ഞാനൊന്നും പറയുന്നില്ല. എന്താ ഇവിടെ നിൽക്കുന്നത്? അകത്ത് പോ. രാജാവിനും മറ്റുള്ള ജോലിക്കാർക്കും ആഹാരം വേണമല്ലോ. അത് സമ്പാദിക്കേണ്ടത് മറ്റുള്ളവരുടെ ജോലിയായി തീർന്നു. ഇൻ എ ഷോർട്ട് ടൈം ഇറ്റ് വിൽ പഫ് ആഷസ്. മറ്റുള്ളവരുടെ എടാ, ഒന്ന് പതുക്കെ വായിക്കടാ.
Then it will throw out molten rock. This molten rock is called lava. എന്താ പതിവില്ലാത്തൊരു സന്തോഷം? അമ്പലത്തിൽ നല്ല തിരക്കായിരുന്നു. എന്തിന്റെയാ? പ്രേംനസറിന്റെ പേരിലെ പുഷ്പാർച്ചന. അപ്പൊ പ്രേംനസീറിന്റെ നാളെന്താന്ന് പറഞ്ഞു? ഓരോരുത്തർ ഓരോ നാള് പറഞ്ഞു. ദിവസവും ഇങ്ങനെ അയാളോട് പ്രശ്നം മാറുമെന്ന് തോന്നുന്നു. ലോകത്താകെ സമാധാനം തകർന്നിരിക്കുന്നു. തീമഴ പെയ്യാനുള്ള കാലം അടുത്തിരിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു. സർവമതങ്ങളുടെയും സ്നേഹം സമ്പാദിച്ചിരുന്ന പ്രേംനസീറിനെ പോലും കാണാതായ സംഭവം നമ്മുടെ നാട്ടിൽ നടന്നിരിക്കുന്നു. നമുക്ക് കർത്താവിന്റെ വിശ്വാസികൾക്ക് രക്ഷിതാവിനോട് അപേക്ഷിക്കാം. നമ്മുടെ പാപങ്ങൾക്ക് മോചനം കിട്ടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ മനുഷ്യനു വേണ്ടി വീതിയൊരുക്കുക നാം. നിത്യനായ മനുഷ്യനു വേണ്ടി വീതിയൊരുക്കുക നാം. കിന്നരം കൊണ്ടും കുഴലുകൾ കൊണ്ടും അവനായി പാടുക നാം. അവനായി പാടുക നാം. നിത്യനായ മനുഷ്യനു വേണ്ടി വീതിയൊരുക്കുക നാം. ഞാനും കൂടി ചേർന്ന് നമുക്ക് 28 കളിക്കാം. കളിക്കാല്ലേ? ശരി. ഇരുന്നാലേ. ഇവിടെ ഒരാളുടെ കുറവുണ്ടായിരുന്നു. അടുക്കാണ് ഇവിടെ ഇത്. ഒന്ന് നിന്നേ. എവിടെയാ കുളിക്കുന്നത്? ഇവിടെ അടുത്ത് അരുവിയിൽ. ഞാനും വരട്ടെ, ഒന്ന് നീന്തി കുളിക്കാമല്ലോ. എന്തിനാ ഇവിടെയാ നല്ലത്? അവിടെ വെള്ളം ഐസ് പോലെ തണുത്തിട്ടാ. അത്ര പെട്ടെന്ന് എനിക്ക് പനിയൊന്നും വരില്ല. ശരി, എന്നാ പോന്നോളൂ. പുഴയെ കൊണ്ടുപോകാൻ പോവാ. വേണമെന്ന് പറ. അവതാ. ഒന്നും സംഭവിക്കില്ല. പുള്ളിക്ക് ഉന്മേഷം കിട്ടും.
പിന്നെ മാറണമുണ്ടല്ലോ. പോരട്ടും അങ്ങനെ ആരും വരാതെ നീന്തി വല്ലയിടത്ത് മുങ്ങും. സിനിമയിൽ ഒത്തിരി മുങ്ങിയിട്ടുള്ളതാ. നീ ഒന്ന് ചുമ്മാ ഇരിക്കണം. സിനിമയിൽ മുങ്ങും. സാറ് വേറെ എത്ര സ്ഥലങ്ങൾ പോയിരിക്കുന്നു? കാശ്മീർ, നൈനിറ്റാൾ, ഊട്ടി. ഇവിടെ ഒരു രസമില്ലല്ലേ? അങ്ങനെയല്ല. അവിടെയൊക്കെ തിരക്കിട്ട് ഷൂട്ടിംഗ് ആയിരിക്കും. നിന്ന് തിരിയാൻ സമയം കിട്ടില്ല. എന്തായാലും ഇവിടെയൊക്കെ എന്ത് ഭംഗിയായിരിക്കുന്നു. അറിയാവിടെ നിങ്ങൾ ഈ സ്ഥലം തിരഞ്ഞെടുത്തത് എങ്ങനെ? മനോഹരമായിരിക്കും. ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നൊന്നും തെറ്റാറില്ല. ഈ കാട്ടിന്റെ പേരെന്താണ്? ഏതായാലും ഇപ്പോഴുള്ള പേരിലായിരിക്കില്ല ഇനി അറിയാൻ പോകുന്നത്. ഓഹോ, മനസ്സിലാകുന്നു. ഈ വെള്ളച്ചാട്ടവും അരുവിയും കുമിഞ്ചരും ഒക്കെ കാണുമ്പോൾ കാരണം ഒരു യുഗ്മഗാനം പാടിയാൽ കൊള്ളാമെന്നുണ്ടല്ലേ? ഇല്ല, പാട്ട് കേൾക്കണമെന്നേ ഉള്ളൂ. ഇയാൾക്കൊന്ന് പാടാമോ? ഇന്നാള് രാത്രി ഉറക്കത്തിൽ 2 വരി കവിത പാടി ഞാൻ കേട്ടതാ. ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുന്ന കവിത, അതാണ് എന്റെ മതം. എന്തായാലും അതൊന്ന് കേട്ടാൽ കൊള്ളാം. ഇവിടെ മറ്റാരുമില്ലല്ലോ. മറ്റാരെങ്കിലും കേട്ട് ഇവിടെ ഓടിയെത്തുമെന്നാണെങ്കിൽ അത് നടക്കില്ല. ഇവിടെ ഓഡിയൻസായി കിട്ടാൻ പോകുന്നത് ആനകളും കരടികളും മാത്രമാണ്. അങ്ങനെ ഞാൻ ഓർത്തതേയില്ല. ആ വക്രബുദ്ധി എനിക്കില്ല. പാടുന്നില്ലെങ്കിൽ വേണ്ട. എങ്കിൽ ഞാൻ പാടും. ഈറ്റപ്പുലി നോറ്റുകിടക്കും ഈറൻ കണ്ണു തുറന്നും കരിമൂർഖൻ വാലിൽ കിളരും പുരികം പാതി വളച്ചും നീരായ വനത്തിൻ നടുവിൽ നിൽപ്പു കാട്ടാളൻ നെഞ്ചത്തൊരു പന്തം കുത്തി നിൽപ്പു കാട്ടാളൻ ആകാശത്തച്ഛൻ ചത്തുകിടപ്പതു കണ്ടു നടുങ്ങി മലയോരത്തമ്മയിരുന്നു ദഹിപ്പതു കണ്ടു കലങ്ങി മുലപാതി മുറിഞ്ഞവളാറ്റിൻ കരയിൽ കനലായി വിളിച്ചു കനലിൻ വിളി ചാട്ടുളിയായി കരളിൽ ചെന്നാഞ്ഞു തറച്ചു കണയേറ്റ കരുമ്പുലി പോലെ ഉരുൾ പൊട്ടിയ കഷ്ടായി. ഇനി എവനേ ഉള്ളൂ ഈ വീട് നോക്കാൻ. മൂപ്പരുടെ ഒരേ ആശ ആ കുട്ടിയുടെ വേലയായിരുന്നു. അമ്മേ മഹാമായി, ഇറങ്ങാണോ? എനിക്ക് തീരെ വയ്യാണ്ടായി. ആകെ ഒരു തളർച്ച. എന്നാലും ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ? നിങ്ങളല്ലാണ്ട് ഈ വീട് നോക്കാൻ ആരും ഇല്ലെന്ന് ഭഗവതിക്ക് അറിയില്ലേ? നിന്റെ മോനത് ചെയ്താലെന്താ? എനിക്ക് തലവെച്ച് പഠിക്കാനും പറ്റില്ല. വെളിച്ചപ്പാടെന്താ കുറച്ചിലുള്ള പണിയാ? നിന്റെ പഠിത്തം കൊണ്ട് എന്താ ഒരു നേട്ടം? ഒന്ന് ഇറങ്ങുക, ഈ വാളൊന്ന് എടുക്കുക. മോനെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതല്ലേ, ഒരു തൊഴിൽ കിട്ടാണ്ടിരിക്കൂ. എന്നാ എനിക്ക് കിട്ടുക? ചോര കാണുമ്പോ തന്നെ എനിക്ക് പേടിയാ.
കാവിലെ ഉത്സവം വരെ മൂപ്പരുണ്ടാവാഞ്ഞത് കഷ്ടായി. ഇനിയിപ്പോ ആരാ വാളെടുക്കുക? അവൻ തന്നെ, ശ്രീനിവാസൻ. അല്ലാതെ ആരാ വാളെടുക്കുക? അവന് വയ്യാത്രേ. നാട്ടിലെ ദണ്ണം മാറ്റാൻ നേരത്തെ വേണമെന്ന് പറഞ്ഞത് വെളിച്ചപ്പാട് തന്നെയല്ലേ? എന്നിട്ടിപ്പോ ദണ്ണം മാറണ്ടെന്നാ? എന്നാലും ഇഷ്ടമില്ലാത്തതിനെ കൊണ്ട് എന്തിനാ അറിയാതെ ഇങ്ങനെ? ഇഷ്ടമില്ലെന്നോ? ഇഷ്ടമൊക്കെ ഉണ്ടാവും. അവനെ എന്റെ അരിയിൽ കൊണ്ടുവരിക. അവന് പേടിയായിട്ടാ. ഒക്കെ മാറും. അല്ലെങ്കിൽ മാറ്റിക്കൊള്ളാം. ഇങ്ങോട്ട് അയക്കാം. ഇല്ലെങ്കിൽ ഭാർഗവി, ഞങ്ങളുടെ ഒരു സഹായവും നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നില്ല. പിന്നെ അവന് ഈ കരയിൽ കഴിയാനും പറ്റത്തില്ല. മോനെ, ഈ ഉത്സവത്തിന് മാത്രം ഒന്ന് തുള്ളിയാൽ മതി. അധികാരിയുടെ സഹായമില്ലെങ്കിൽ നമ്മൾ എങ്ങനെ കഴിയും? എനിക്ക് കഴിയില്ലമ്മേ. അമ്മേ അമ്മേ, അച്ഛന്റെ വാള് ഞാനെടുക്കാം. വേണ്ട, ഈ വീട്ടിൽ ആരും ആളെടുക്കണ്ട. ഞാൻ സമ്മതിക്കില്ല. നിർത്തി. സിനിമ പിടുത്തം നിർത്തി. മോശമാശാനേ ഫീൽഡ്. അതിന് മാമച്ചനെ ആരെങ്കിലും നിർബന്ധിച്ചോ സിനിമ പിടിക്കാൻ? ഉണ്ട്. എന്റെ വീട്ടിൽ വാ. എത്ര പെൺകൊച്ചുങ്ങളാ വരുന്നത്? ഞാനൊരു ലോല മനസ്കരൻ. പക്ഷേ കഴിഞ്ഞ പടത്തിലെ നായികയുണ്ടല്ലേ, കഴിവിടം, അവളെ വെച്ച് ഞാൻ ഈ പടം പിടിക്കത്തില്ല. പ്രേം നസീറിനെ കടത്തിക്കൊണ്ടുപോയതുപോലെ. എക്സ്ക്യൂസ് മീ, ഞാൻ കൂടി ഇവിടെ നിരുന്നോട്ടെ? ഇഫ് യു ഡോണ്ട് മൈൻഡ്. Please, by all means. Come on. Bearer, 3 large, 3 sodas. Yes. ഞാൻ സാറിനെ പലയിടത്തും വെച്ച് കണ്ടിട്ടുണ്ട്. സിനിമയിൽ പ്രൊഡ്യൂസർ മാമച്ചൻ. ഇപ്പൊ മനസ്സിലായി. സാറിന്റെ പടങ്ങളും അതിന്റെ പേരും ഒക്കെ അട്രാക്റ്റീവാണ്. എന്താ സാർ, പ്രേം നസീറിനെ കാണാനില്ലെന്നോ? അത് നിങ്ങൾക്ക്, ഇവിടുത്തെ പത്രക്കാർക്ക് പ്രേം നസീർ എവിടെയുണ്ടെന്ന് എനിക്കറിയാം. ഞങ്ങൾ സിനിമാക്കാർക്ക് ചിലക്കെങ്കിലും അറിയാം. കുറിച്ചോണ്ട് പറയുന്നതൊന്നുമല്ല. അപ്പൊ പുള്ളിക്കാരൻ ഇപ്പൊ എവിടാ ഉള്ളത്? പറയത്തില്ല. അല്ല, നമ്മൾ ഇത്രയും അടുത്ത സ്ഥിതിക്ക്. വേണ്ട, പറയില്ല. പറയാൻ പറ്റത്തില്ല. അങ്ങനെയൊന്നും. എവിടെപ്പാ? അയ്യോ, ഞാനല്ലേ. അയ്യോ, എന്നെ വിടപ്പാ. അയ്യോ അമ്മേ, അയ്യോ എന്നെ വിടപ്പാ. ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാം. എന്നെ വിട്ടാരെ. കർത്താവേ. ദേവിയിൽ പ്രദർശനം തുടരുന്നു. ശകുന്തള. കാണാതായ പ്രേം നസീറിനെ ഇതാ കാണാനൊരു സുവർണാവസരം ഞങ്ങൾ ഒരുക്കുന്നു. ശകുന്തള.
ശകുന്തളയുടെ പ്രിയതമൻ ദുഷ്യന്തൻ, അതെ പ്രേം നസീർ. പ്രേം നസീറിനെ വെള്ളിത്തിരിയിൽ കാണുവാനുള്ള സുവർണാവസരം പാഴാക്കാതിരിക്കുക. ദിവസേന 3 കളികൾ മാത്രം. ഞാനിവിടെയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണാൻ പോവുകയാണ്. എനിക്ക് സ്വതന്ത്രമായി ഈ കാടൊക്കെ ഒന്ന് കാണണം. സംശയിക്കൊന്നും വേണ്ട, ഞാൻ ഓടിപ്പോകുകയൊന്നുമില്ല. നിങ്ങളുടെ കാഴ്ചവട്ടത്തിൽ തന്നെ ഉണ്ടാവും. അതിനപ്പുറമായാൽ പുലികളുടെ കാഴ്ചവട്ടത്തിലായി പോകും. നിങ്ങൾ എന്നെ വിട്ടിയാക്കരുത്. നിങ്ങളുടെ ഉദ്ദേശം എന്തെന്നറിയാൻ കാത്തിരിക്കുകയാണ് ഞാൻ. അതിനിടയിൽ ഞാൻ ചോദിക്കുന്നത് ഇവിടേക്കൊന്ന് ചുറ്റി നടക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടവരാ ഞങ്ങൾ. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഇതിനകത്ത് ഇരിക്കാം. ശരി, പൊക്കോളൂ. അധികം നേരം എടുക്കരുത്. മണക്കുന്നല്ലോ കാറ്റേ, നീ വരുമ്പോ കൺമണിയെ കണ്ടുവോ നീ, കവിളിന തഴുകിയോ നീ. വെള്ളിമണി കിലുങ്ങുന്നല്ലോ തുള്ളി തുള്ളി, നീ വരുമ്പോ കള്ളിയവൾ കളി പറഞ്ഞോ, കാമുകന്റെ കഥ പറഞ്ഞോ. പുഴയിൽ നീരാടി നിന്ന നേരം, നീ നൽകും കുളിരലയിൽ പൂമേനി പൂത്ത നേരം. നീലാഞ്ജന പുഴയിൽ നീരാടി നിന്ന നേരം, നീ നൽകും കുളിരലയിൽ പൂമേനി പൂത്ത നേരം. എന്നെങ്കിൽ ചാഞ്ഞിടുമാ തളിർലത നിന്നുലഞ്ഞോ, രാഗമുദ്ര ചൂടും ചെഞ്ചുണ്ടു വിതുമ്പി നിന്നു. കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ, നീ വരുമ്പോ കൺമണിയെ കണ്ടുവോ നീ, കവിളിന തഴുകിയോ നീ. നിന്നെ കാണാൻ. அது சும்மா, நான் இப்படி வருമെന്ന് മാമാക്ക് எப்படி தெரியும்? ഞാൻ ഇവിടെ ഇരുന്നാൽ ചിത്ര വരുമെന്ന് എനിക്കറിയാം. അതെപ്പടി தெரியும்? എന്തായാലും ചിത്ര വന്നില്ലേ, വാ നമുക്ക് അങ്ങോട്ട് നടക്കാം. ചിത്രയ്ക്ക് ഇവിടെയൊക്കെ ഒറ്റയ്ക്ക് നടക്കാൻ പേടിയില്ലേ? ചിത്രയ്ക്ക് ഇവിടുത്തെ വഴികളെല്ലാം അറിയാമോ? എങ്കിൽ ദാ അവിടെ ദൂരെ കാണുന്ന വഴി ഏതാ? அந்த வழி அது தெரியாது. அங்க குறைய போனா ஆனை, புலி, கரடி எல்லாம் நிறைய இருக்கு. அங்க யாரும் போக மாட்டேன். அப்படியானா நான் போவேன், தெரியுமா? ഒരു ദിവസം ചിത്ര വീട്ടിൽ വരുമ്പോ അവിടെ ആരും ഉണ്ടാവില്ല. நிஜமா மாமா? അമ്മ ചിത്ര. அப்பா கூப்பிடுது. ശരി, നീ പോയിക്കോ. ഒരാൾക്കുള്ളതേ ഉള്ളൂ, എല്ലാം തീർന്നു.
ഇനി പച്ചവെള്ളം കുടിക്കേണ്ടി വരും. തൽക്കാലത്തേക്ക് അത് മതി. വൈകുന്നേരം മാരം സാധനങ്ങളുമായി എത്തും. അപ്പ എങ്ക പോച്ച്? അപ്പ രാവിലെ എങ്കയോ പോച്ച്, അന്തിക്ക് വരുവേ. ചിത്ര പറഞ്ഞത് കേട്ടോ? കേട്ടു. അതിന് ഞാനെന്താ വേണം? ഗോൾഡൻ സ്പോട്ടിൽ ദൈവത്തെ സ്വപ്നം കണ്ട് ഇവിടെ ഇരുന്നാ മതിയോ? അത് നാട്ടിൽ വാങ്ങാമായിരുന്നു. എന്താ അടുത്ത നീക്കം? ആ, അത് ആലോചിക്കുമ്പോഴാ എനിക്കും ഒരു പിടിയും കിട്ടാത്തത്. എല്ലാം അറിഞ്ഞു കൂട്ടണ്ട, ഒക്കെ തീരാറായി ഇവിടെ. അതിനെന്താ, 3 ദിവസം സെൻട്രൽ ജയിൽ മീൽസ് തരാമെന്ന് സർക്കാർ ഏറ്റിരിക്കുകയല്ലേ. ഗോൾഡൻ സ്പോട്ടിൽ ഒരു പട്ടിയും വരില്ല. വെറുതെ സ്റ്റാമ്പ് കളഞ്ഞത് മെനക്കെട്ടത് മിച്ചം. എനിക്ക് നമ്മളോട് തന്നെ ഒരു കാര്യം പറയാനുണ്ട്. ആരും ആലോചിക്കാത്തൊരു സാഹസമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. വിജയിക്കാം, ചിലപ്പം തോറ്റേക്കാം. പക്ഷേ നമ്മൾ കൂട്ടുകാരാണ്. അതിനപ്പുറം എന്തൊക്കെയോ ആണ്. മരിക്കുമ്പോൾ എന്റെ പോക്കറ്റിൽ ഒരു കുറിപ്പ് കാണും. മരിച്ചാൽ നമ്മളെ എല്ലാവരെയും ഒരിടത്ത് തന്നെ മറവ് ചെയ്യണമെന്ന്. എന്റെ അച്ഛനും അമ്മയും കിടക്കുന്നിടത്ത് എന്നെ കൊണ്ടുപോകണമെന്ന് എനിക്ക് ഇന്ന് വരെ തോന്നിയിട്ടില്ല. അതിലും വലുതായി നമ്മൾ ഒരിടത്ത് ഞാൻ നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നമ്മൾ ഒരുമിച്ച് മരിക്കാൻ ഇറങ്ങിയവരാണ്. ഞാനങ്ങ് ഇമോഷണൽ ആയിപ്പോയി. ഞാൻ പേടിച്ചു പോയി. നീയാണെന്ന് മനസ്സിലായപ്പോഴാ ശ്വാസം നേരെ വീണത്. എന്താണ് നീ എന്തിനാ പേടിക്കുന്നേ? നിനക്ക് ഈ കാട്ടിലൂടെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കാൻ പേടിയില്ലേ? ഞാൻ ചെറുപ്പത്തിൽ ഇവിടുത്തെ കാട്ടുമൃഗങ്ങൾ കണ്ടു വളർന്നവനല്ലേ. പ്രായമായപ്പോൾ മനുഷ്യമൃഗങ്ങളും. ഇപ്പൊ എനിക്ക് ഒന്നിനും പേടിയില്ല. നിനക്ക് തമാശ, എനിക്ക് പേടിയാ. നിനക്ക് വല്ലതും സംഭവിച്ചാലും. അതുപോട്ടെ, പോയ കാര്യം എന്തായി? ആരെയും കാണാവത്തില്ല. സത്യം പറയുന്നത് കൊണ്ട് ദേഷ്യപ്പെടരുത്. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴി കണ്ടെത്തണം. അവസരം കിട്ടിയാലും അദ്ദേഹം തിരികെ പോകുന്ന ലക്ഷണമില്ല. ഇവിടെയൊക്കെ ഇഷ്ടപ്പെട്ട് എല്ലാം മറന്ന് നമ്മോടൊത്ത് കഴിയാമെന്ന അവസ്ഥയിലാണ് അദ്ദേഹം. 1-2 ദിവസം കൂടെ നോക്കാം. അങ്ങനെ എത്ര ദിവസമായി? അദ്ദേഹത്തെ ഇവിടെ വിട്ടിട്ട് നമുക്ക് പോകാം. ഇല്ലെങ്കിൽ ഞാനെങ്കിലും രക്ഷപ്പെടും. എന്തോടാ പറഞ്ഞ മനസ്സിലായില്ലേ? നീ തന്നെ പോവോ? ചിലപ്പോ പോവും. ഞങ്ങൾ തമാശ കളിച്ചതാ. ഒന്നുമില്ല, വേണ്ട പോവാ. പിന്നെ കാണാൻ വരാ. നീ എന്ന് ക്ഷമ പറഞ്ഞെങ്കിലേ അവൻ വരും. എനിക്ക് പറ്റില്ല. അങ്ങനെ പറഞ്ഞാല് അവൻ നമ്മളോട് ക്ഷമ ചോദിക്കണം. തെറ്റ് പറഞ്ഞു പോയി, അവനും അതറിയാം. പക്ഷെ തല്ലാൻ പിടിച്ചത് ശരിയായില്ലെന്നാണ് അവൻ പറയുന്നത്. അതുകൊണ്ടാണ് അവനെ കൊല്ലാതെ വിട്ടത്. അവനിങ്ങനെയൊന്നും കഴിക്കാതിരുന്നാൽ എങ്ങനെയാ? എങ്കിൽ നമ്മളൊന്നും കഴിക്കുന്നില്ല. നിങ്ങളുടെ വഴക്കിന്റെ കാരണം എനിക്കറിയില്ല. എങ്കിലും നിങ്ങളുടെ ഒരാൾ പിണങ്ങിയിരിക്കുന്നത് ശരിയല്ല. നിങ്ങളുടെ സ്നേഹവും ഒത്തൊരുമയും കണ്ടിട്ട് എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. വെറും സാധാരണ ചെറുപ്പക്കാരെ പോലെ പെരുമാറുന്ന കഷ്ടമാണ്. നിങ്ങൾ പോയി വിളിക്കണം. ഇതൊക്കെ ഇത്ര കാര്യമാക്കാനുണ്ടോ? നിങ്ങൾക്ക് വയ്യെങ്കിൽ ഞാൻ പോയി വിളിക്കാം.
ഒരു ഷേക്കൻ്റെ കൂടെ ഒരു ഷേക്കൻ്റെ കൂടെ ഇതൊക്കെ എന്തോ നാശം. എന്താ ഉണ്ട് നോക്കട്ടെ. അതാ കിടക്കുന്നത്. കൊച്ചിൻ അഴിമുഖത്തിനടുത്ത് തുറമുഖപ്പണിയിൽ ഏർപ്പെട്ടിരുന്ന ഒരു തൊഴിലാളിക്ക് കായലിന് അടിത്തട്ടിൽ നിന്നും കണ്ടുകിട്ടിയ റിസ്റ്റ് വാച്ച് ശ്രീ പ്രേമനസീറിന്റേതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അന്വേഷണത്തിനായി മദ്രാസിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോയിട്ടുണ്ട്. അഴിമുഖത്ത് നേവിയുടെ മുങ്ങൽ വിദഗ്ധന്മാർ വ്യാപകമായ തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു. ശ്രീ പ്രേമനസീറിന്റെ ജീവൻ തന്നെ. അസ്സലാമലൈക്കും. നിങ്ങളെപ്പോലെ ഒരു വലിയ മനുഷ്യൻ ഞമ്മളെ അന്വേഷിച്ചതിൽ ഞമ്മക്ക് പെരുത്ത സന്തോഷമുണ്ട്. ഞമ്മളാണ് അബ്ദുള്ള. ഞമ്മളെ മുഴുവൻ പേര് അബ്ദുൽ ഖാദർ അബ്ദുള്ള എന്നാണ്. എന്നാൽ ഞമ്മളെല്ലാരും വിളിക്കുന്നത് അബ്ദുള്ള എന്നാണ്. നിങ്ങൾ പുത്തനായതുകൊണ്ട് ഞമ്മളെപ്പറ്റി കേട്ടിട്ടില്ല. ഞമ്മൾ ഈ ലൊക്കാലിറ്റിയിൽ ഒരു സുൽത്താനാണ്. ഏത്? ഇത് പോലീസ് സ്റ്റേഷനാണ്, അല്ല നിന്റെ ബാപ്പയുടെ വീടല്ല. ഞാൻ ഇരിക്കാൻ പറയുന്നതിന് മര്യാദയായിട്ട് അവിടെ നിൽക്ക്. ഇന്നേ വരെ അബ്ദുള്ളാനോട് ഒരാളും ഇത്തരം വർത്തമാനം പറഞ്ഞിട്ടില്ല. നിങ്ങളിപ്പോ നിൽക്കുന്നത് പോലീസ് സ്റ്റേഷനിലാണ്. നിങ്ങളെ ദേഹത്ത് കിടക്കുന്ന ഈ കുപ്പായത്തോട് ഞമ്മക്ക് ബഹുമാനമുണ്ട്. തൊപ്പിയും കാക്കി കുപ്പായമില്ലാതെ നിങ്ങൾ പുറത്തോട്ടൊന്ന് ഇറങ്ങി. അപ്പോ മാറി നിൽക്കണ. ഞമ്മൾ നോക്കാൻ ഞമ്മക്കറിയാം. ആരെയും കാണില്ലേ? എങ്ക പോയിരുന്നു? இல்லையா? நம்ம வீட்டுல ஒரு விசேஷம். என்னோட சித்திரை பெரிய பெண்ணாயிடுச்சு. சாயந்தரம் நம்ம ஆൾக்காரெல்லாம் வீட்டுக்கு வந்துடும். உங்களை கூப்பிடுறதுக்கு நான் வந்தேன். ஆமா, ஐயா வரங்க. அவர் அப்புறத்துண்டு. அப்போ நீங்க கட்டாயம் வந்துடணும். சரி, வரேன். நான் மட்டும் மாறி நீங்க வரும். ചിത്രയ്ക്ക് കൊടുക്കാനായി മാറിനെ ഏൽപ്പിക്കാൻ എന്റെ പക്കൽ പോകുന്നത്. പോക്കറ്റിൽ ഉണ്ടായിരുന്നത് ഇവിടുത്തെ ചെലവിനായി കൊടുത്തു. ആകട്ടെ, ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോ ചിത്രയെ കാണാമെന്ന് പറഞ്ഞതാണ്. തീർച്ചയായും കാണട്ടെ. നിങ്ങളോടൊപ്പം എനിക്കും മാറിന്റെ വീട്ടിൽ വരാമല്ലോ. എന്തിനാ? ചിത്രയും മാറിനെയും കാണാൻ. അവരുടെ ചടങ്ങുകൾ നേരിൽ കാണാൻ ആഗ്രഹമുണ്ട്. കേട്ടറിവ് മാത്രം പോരല്ലോ. നമ്മുടെ മന്ത്രിമാർ കാട്ടുജാതിക്കാരെ കാണാൻ പോകുന്നത് ഇലക്ഷൻ എടുക്കുമ്പോഴാണ്. അവരുടെ വേഷവും ഇട്ട് അവരോടൊപ്പം നൃത്തം ചെയ്യുകയും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതൊക്കെ ന്യൂസ് റീലിൽ വരാൻ വേണ്ടി മാത്രമാണ്. അങ്ങനെ വല്ല ഉദ്ദേശവും? എനിക്കവരെ അടുത്തറിയണമെന്നേ ഉള്ളൂ. ഞാൻ കുറെ സിനിമയിലൊക്കെ അഭിനയിച്ചതല്ലേ. ന്യൂസ് റീൽ അഭിനയത്തിൽ എനിക്ക് താല്പര്യമില്ല. നസീർ സാറിനെ 1-2 ദിവസം കൂടി കിട്ടിയാൽ മതിയായിരുന്നു. ഡയറക്ടർ സാറേ, നമ്മളിങ്ങനെ ഇരുന്നാൽ ഞാൻ വെള്ളത്തിലാവും. നസീർ സാറിനെ അടുത്തൊന്നും കണ്ടുകിട്ടുന്ന ലക്ഷണമില്ല. അദ്ദേഹത്തിന്റെ പഴയ പടങ്ങൾ വരെ തകർത്തോടുകയല്ലേ. നമ്മൾ എന്ത് ചെയ്യാനാ? അന്നേ ഞാൻ പറഞ്ഞതാ ക്ലൈമാക്സ് നേരത്തെ എടുക്കാൻ. എങ്കിലിപ്പോ പടം റിലീസ് ചെയ്ത് ഇങ്ങനെ വരുന്ന ആരറിഞ്ഞു? ആരെങ്കിലുമൊക്കെ പുറംതിരിച്ചു നിർത്തി എന്തെങ്കിലുമൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് ഒന്ന് വേഗം തീർത്തതാ സാറേ. പുറംതിരിഞ്ഞു നിന്ന് എടുക്കുന്ന സിനിമയുടെ കാലമൊക്കെ കഴിഞ്ഞു സാറേ. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? എന്റെ രൂപയാ വെള്ളത്തിലാവുന്നത്. എല്ലാവരും നിർത്തുന്നുണ്ടോ? കഥയുടെ മാറ്റാലോചിക്കാനുള്ള സമയങ്ങളിൽ എനിക്ക് തരും. ഇതൊക്കെ എത്ര തവണ പറഞ്ഞതാ. കഥ മാറ്റുന്നുണ്ടെങ്കിൽ ഇപ്പൊ മാറ്റണം.
എന്താന്ന് വെച്ചാ പറയൂ. ചന്ദ്രൻ ഉപേക്ഷിച്ചു പോയ രാത്രിയുടെ കട്ട പിടിച്ചിരുട്ടിൽ. ഏത് ചന്ദ്രൻ? ചന്ദ്രനുമില്ല, അവന്റെ തന്തയുമില്ല. രാത്രി എന്ന് പറഞ്ഞാ പോരെ, ഇനി സമയം കളയേണ്ട സുഹൃത്ത്. ഇരുട്ടിൽ കാടിന്റെ അനന്തതയിൽ എവിടെയോ തുടങ്ങിയ ഒരൊറ്റയടി പാതയിലൂടെ മോട്ടോർ ബൈക്കിൽ വരുന്ന പ്രേം നസീറിന്റെ സമീപ ദൃശ്യം. അപ്പൊ നസീറിനെ കാണാമല്ലോ. പിന്നെ പ്രേം നസീറിന്റെ വസ്ത്രമിട്ട ഒരാൾ. അപ്പോ വസ്ത്രം വരുന്നെന്ന് പറഞ്ഞാ പോരെ? ഒന്ന് വേഗം പറ. പ്രേം നസീറിന്റെ ബൈക്ക് മലയടിവാരത്തിലൂടെ പാഞ്ഞു വന്ന് ഒരു വളവ് തിരിയുമ്പോൾ തെന്നി ബൈക്കുകളും കൊക്കയില്. മതി, കാര്യം പിടികിട്ടി. ഈ കഥ മാറ്റത്തിന് ഞാനില്ല. എന്നുവെച്ചാ പടം പുറത്തിറങ്ങണ്ടേ? ആരെയും എവിടെ വെച്ചു ഏത് സമയത്തും കൊല്ലുന്ന സിനിമയിൽ അഭിനയിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഇനി മുതൽ നിങ്ങളുടെ റോള് നന്നാവുകയാണ് ചെയ്യുന്നത്. അതൊരു നല്ല ചേഞ്ച് ആയിരിക്കും. വേണമെങ്കിൽ ഒരു സെന്റിമെന്റൽ ഫൈറ്റും കൂടെ കേട്ടാൽ. ഫൈറ്റിൽ എന്തോന്ന് സെന്റിമെന്റ്സ്? എനിക്ക് പഴയ രമ്മാടി വേഷം മതി. ഇങ്ങനെയായാൽ എന്റെ പൊന്ന് സ്നേഹിത, നമുക്ക് നസീസാർ വന്നിട്ട് പഴയ കഥ തന്നെ വെച്ച് പടം തീർക്കാം. ആവശ്യമുള്ള ഡേറ്റ് ഞാൻ തരാം. അല്ലാതെ കഥയൊക്കെ മാറ്റി എന്തിനാ വെറുതെ ബോറാക്കുന്നത്? അല്ലേ? ഓക്കെ. നീ ഇവിടെ ഒന്ന് മുടിച്ചിടാവേ. കഷ്ടായി. ഞാൻ പറഞ്ഞ തന്നെ. അടുത്ത പടത്തിന് ഡേറ്റ് വന്നില്ല. ഡേറ്റ് ഒക്കെ തരാം. പക്ഷെ ഒരു കാര്യം, പഴയ പടത്തിന്റെ കാശ് പോരാ, ഇത്തിരി കൂടും. എഗ്രി? നിങ്ങളൊക്കെ ഈ ഒറ്റയടിക്ക് റേറ്റ് കൂട്ടി ഞങ്ങൾ എന്ത് ചെയ്യും? കഥയൊക്കെ സെലക്ട് ചെയ്ത് അഡ്വാൻസ് ഒക്കെ വാ, നമുക്ക് ആലോചിക്കാം. എനിക്കാ നമുക്ക് ശരിയാക്കാവുന്നേ. ചെല്ല്. ഈശ്വരകാരകനായ വ്യാഴൻ ലഗ്നനിൽ 10ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് പ്രേം നസീറിന് സന്യാസയോഗമാണ്. പ്രേം നസീർ വിശ്രമത്തിനും ധ്യാനത്തിനും വേണ്ടി ഏകാന്തത തേടിപ്പോയിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ധ്യാനഭാവാധിപനായിരിക്കുന്ന ബുധൻ ലഗ്നത്തെ വീക്ഷിക്കുന്നത് കൊണ്ട് വ്യാഴൻ ഉച്ചസ്ഥിതിയാകയാൽ ലഗ്നൻ വടക്ക് ദിക്കിൽ കഴിയുന്നു. പ്രേം നസീർ തിരിച്ചു വരുമോ? തിരിച്ചു വരും. ഇന്നേക്ക് 10ാം ദിവസം തികയുമ്പോൾ ഉദയാൽപരം ഒരു നാഴികയ്ക്ക് ശേഷം വടക്ക് നിന്നും നടന്നു വരും. അതുവരെ ആരും അദ്ദേഹത്തെ ശല്യപ്പെടുത്താതിരിക്കുക. മറ്റ് അന്വേഷണങ്ങളൊക്കെ ഗ്രഹനിലയിൽ പ്രശ്നവശാൽ നിഷ്ഫലം. 5 മാസത്തിനുള്ളിൽ ഗവർണറാകുകയോ അംബാസഡറാകുകയോ ചെയ്യും. സത്യമാണ് സാർ. സിനിമയുടെ കഥയും തുടങ്ങേണ്ട ദിവസവും റിലീസ് തീയതിയും ഒക്കെ നിശ്ചയിക്കുന്ന ഇദ്ദേഹമാണ്. ഇന്ന് വരെ ഒന്നുപോലും തെറ്റിയിട്ടില്ല. ശരിയാ. പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ജോത്സ്യത്തിൽ വിശ്വസിക്കാൻ പാടില്ലെന്നല്ലേ? പക്ഷെ ഞാൻ നിങ്ങളെപ്പോലൊരു വിശ്വാസിയാ. അപ്പോ അന്വേഷണം വേണ്ടല്ലേ? വേണ്ട സാർ. സന്യാസാശ്രമങ്ങളിൽ ഒന്ന് അന്വേഷിക്കാം. ശ്രീ പ്രേം നസീർ ഏതോ ആശ്രമത്തിൽ കഴിയുകയാണെന്നുള്ള ജ്യോത്സ്യരുടെ അഭിപ്രായത്തെ തുടർന്ന് വടക്കേ ഇന്ത്യയിലെ പുണ്യകേന്ദ്രങ്ങളിൽ ശ്രീ പ്രേം നസീറിനെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുട്ടനാട് പുളിങ്കുന്നം ബ്ലോക്കിലെ പുഞ്ചകൃഷി ഇന്ന് കൃഷിവകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതാണ്. വനം നശീകരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ജില്ലാ കളക്ടർമാരുടെ ഒരു സമ്മേളനം നാളെ തിരുവനന്തപുരത്ത് ചേരുന്നതാണ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
ഹലോ, ഒറ്റയ്ക്കിരുന്ന് മുഷിഞ്ഞു. അത് നമുക്ക് എന്തെങ്കിലും കളിക്കാം, വരൂ. കളികളൊക്കെ പണ്ടേ മറന്നുപോയി സാർ. ഈ കൂട്ടത്തിൽ നന്നായി വർത്തമാനം പറയാൻ കഴിയുന്നത് നിങ്ങൾക്കാണ്. ഒരു നടനാവുകയോ കഥ എഴുത്തുകാരനാവുകയോ ചെയ്യാമായിരുന്നു. എന്താ ശ്രമിക്കാതിരുന്നത്? എന്നെ കുപ്പിയിലിറക്കിയാണോ? അല്ലേ അല്ല, ശ്രമിക്കാഞ്ഞിട്ടല്ല, ശ്രമിച്ചപ്പോഴൊക്കെ പരാജയപ്പെട്ടു പോയി. അത് പാടില്ല. ഇനിയും ശ്രമിക്കണം, നേട്ടമുണ്ടാകും. കുറച്ചൊക്കെ എല്ലാം ഉണ്ടായിരുന്നിട്ടും എല്ലാം നഷ്ടപ്പെട്ടവനാണ് ഞാൻ. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ നീണ്ട ക്യൂവിൽ എന്നും ഞാൻ പുറകിലായിരുന്നു. അമ്മയെന്നും മാവേലി സ്റ്റോറിന്റെ ക്യൂവിലായിരിക്കും. എന്റെ പെങ്ങൾ ഏതെങ്കിലും സർക്കാർ ആശുപത്രിയുടെ തിണ്ണയിലാവും. എന്റെ ചേട്ടൻ ആൾക്കൂട്ടത്തിന് നേരെ ലോട്ടറി ടിക്കറ്റ് നീട്ടുകയാവും. എന്നെ വേദനിപ്പിച്ച മൂന്നാമത്തെ ചെറുപ്പക്കാരൻ. ഇനി ഇവിടെ അറിയാനുള്ളത് ഒരാളുടെ കഥ മാത്രം. എന്തിനാ എന്റെ കഥ പറയുന്നത്? നിങ്ങളുടെ സിമ്പതിക്കും എനിക്കതിന്റെ ആവശ്യമില്ല. ആർക്കും എപ്പോഴും യാതൊരു ചെലവുമില്ല നൽകാവുന്ന ഒന്നാണ് സിമ്പതി. പിന്നെ നൽകാവുന്നത് ഉപദേശം. ഈ ഉപദേശങ്ങളാണ് നമ്മുടെ നാട് മുടിച്ചതും ഞങ്ങളെ ഈ നിലയിലാക്കിയത്. സോറി, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. വാച്ച് അദ്ദേഹത്തിന്റെ ആണെന്ന് വീട്ടുകാർക്ക് ഉറപ്പില്ല. കർച്ചീഫും പേനയും കാട്ടിലും വാച്ച് അങ്ങ് അഴിമുഖത്ത്. വളരെ വിചിത്രമായിരിക്കും. കർച്ചീഫും പേനയും വീട്ടുകാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പോകുന്ന വഴിക്ക് തെളിവിനായി പ്രേം നസീർ എടുത്തിട്ടതാവും. വെരി ഗുഡ് എവിഡൻസ്. കാട്ടിലേക്ക് തട്ടിക്കൊണ്ടുപോയി എന്നതിനല്ലേ വേണ്ടത്ര തെളിവുള്ളത്? അഴിമുഖം വിട്ടേക്ക്. സർ, വരുന്ന തിങ്കളാഴ്ച പുലരുമ്പോൾ പ്രേം നസീർ വടക്ക് നിന്ന് നടന്നു വരുമെന്നാണ് ജോത്സ്യൻ പറഞ്ഞത്. റാബിഷ്, ഞാനിപ്പോ കൂടുതലൊന്നും പറയുന്നില്ല. കാർഡ് വേണ്ടത്ര തിരഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് കർച്ചീഫും പേനയും കിട്ടിയ സ്ഥിതിക്ക്. നെയ്ബറിംഗ് സ്റ്റേറ്റ്സിലെ കാർഡുകൾ വരെ തിരഞ്ഞതാണ്. ദാറ്റ്സ് നോട്ട് ഇനഫ്. കീപ് സെർച്ചിങ്. അബാൻഡൻഡ് ഹൗസസ്, ഹണ്ടിംഗ് ജോയിന്റ്സ്, ട്രൈബൽ ഹട്ട്സ്, ലൈക്ക് ദാറ്റ്. ഒക്കെ അന്വേഷിച്ചതാണ്. ഇതിനപ്പുറം ഡീപ് ഫോറസ്റ്റ്, ആനയും കടുവയും കാട്ടുപോത്തും പുലിയും ഒക്കെ ധാരാളമുള്ള വലിയ കാട്. മനുഷ്യർക്ക് അങ്ങോട്ട് കടക്കാനാവില്ല. ഏതെങ്കിലും ഗുഹയോ ഉപേക്ഷിച്ചു പോയ വീടോ? ഇല്ല സർ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തീർത്തു പറഞ്ഞതാ അവിടെ ആർക്കും എത്തിപ്പറ്റാൻ കഴിയില്ലെന്ന്. But somehow you try to get inside. നസീർ സാറിന്റെ 1-2 ഷോട്ട് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അപ്പൊ പടം തീരും. നിങ്ങൾ ഒന്ന് അഭിനയിക്കുന്നു. മിസ്റ്റർ നവാസ്, നിങ്ങൾ പറയുന്നതൊക്കെ ശരി, പക്ഷേ എന്റെ സങ്കടം നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. അതെനിക്കറിയാം. എനിക്കുള്ള സകലതും വിറ്റുപെറുക്കി എടുത്ത പടമാണിത്. പലിശ കൊടുക്കാഞ്ഞിട്ട് മാർവാടി എന്റെ കഴുത്തിന് നേരെ കത്തി പിടിച്ചിരിക്കുക. നസീർ സാർ എപ്പോഴാ മടങ്ങി വരാന്ന് ഒരു നിശ്ചയമില്ല. വേറൊരു മാർഗം ഇല്ലാഞ്ഞിട്ടാ നിങ്ങൾ തന്നെ അഭിനയിക്കാൻ വേണ്ടി പറയുന്നു. നോ, അത് വിഷമമാണ്. നിങ്ങൾക്ക് നഷ്ടമാകുന്നത് പണം മാത്രമാണ്. എനിക്ക് എന്റെ ജ്യേഷ്ഠനെ. എന്റെ സങ്കടം ഞാൻ പറഞ്ഞു. എന്നെ ഇപ്പൊ സഹായിച്ചില്ലെങ്കിൽ ഞാൻ ചാവും. നസീർ സാറിന് പകരം 2 ഷോട്ടിൽ അഭിനയിച്ചാ മതി. തുക അല്പം കൂടിയാലും വിരോധമില്ല. ഒരു ഡേറ്റ് തരണം പ്ലീസ്. എത്ര രൂപ ചോദിച്ചാലും തരുമോ? കുറച്ച് കൂടുതലേ ചോദിക്കൂ. തരും. എന്റെ സ്ഥിതി കണക്കിലെടുക്കണം.
ஜுரம் கொஞ்சம் ஜாஸ்தியா இருக்கு. பரவாயில்ல, இந்த காட்டு மருந்து கொடுத்தா போதும். ശരീരം തീ പോലെ കൊള്ളുന്നു. ആകപ്പാടെ പേടിയാവുന്നു മാരാ. ഒന്നും വരാതെയ്യാ. മാരാ, കാട്ടിലെ പനിയല്ലേ, എന്തെങ്കിലും സംഭവിച്ചാലോ? നമുക്ക് ഡോക്ടറെ വിളിക്കാം. എന്ത് അസംബന്ധമാണ് ഈ പറയുന്നത്? ഡോക്ടർ വന്നാൽ കള്ളി വിളിച്ചിട്ട് നമ്മൾ എല്ലാവരും അകത്താവില്ലേ? நாங்க எத்தனையோ எண்ணம் பார்த்திருக்கு. இந்த காட்டு மருந்துல எல்லாம் சரியாயிடும். ഇല്ലാവിട്ടാ കാലയില് നീങ്ക ആശുപത്രിയിൽ കൊണ്ടുപോയി. ഉറപ്പാണോ മാരാ? ഈ രാത്രിയോട് ഭേദമായില്ലെങ്കിൽ നാളെ നമുക്ക് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം. ഏയ്, മുതല്ല നീങ്ക ഇന്ന് മന്ത് കുറയ്യാ. ആ, കുഴപ്പമില്ല, പനി വന്നു. പനി വരുമ്പോ കൊച്ചിലെ ഉമ്മ ഇതുപോലുള്ള കാപ്പിയാ തന്നിരുന്നത്. സാറിന് നല്ല ക്ഷീണമുണ്ട്, ഇതിലൊന്ന് കഴിച്ചാട്ടെ. മുഖം പോലും കഴുകുന്നതിന് മുമ്പ് നമുക്കൊന്ന് കഴിക്കാം. ഞങ്ങൾ കഴിച്ചു, അതിരാവിലെ കഴിച്ചു. ഇന്നലെ ഇത് തന്നെയാണല്ലോ പറഞ്ഞത്. അത് രാവിലെ എഴുന്നേക്കുമ്പോ തന്നെ ഭയങ്കര വിശപ്പായിരിക്കും. അപ്പൊ പിന്നെ ശരി. എനിക്കിനിയും കള്ളം പറയാൻ വയ്യ. ഇന്ന് അങ്ങാർക്കെങ്കിലും ഉണ്ട്, നാളെയോ? വഴിയുണ്ടാക്കാം, മാരും വരട്ടെ. എന്നും ഇത് തന്നെയാണല്ലോ പറയുന്നത്. മാന എവിടുന്ന് ഉണ്ടായിക്കൊണ്ട് വരാൻ? രാത്രി കിടന്നിട്ട് ഉറക്കം പോലും വരുന്നില്ല. വിശന്നിട്ട് കൈയും കാലും വിറയ്ക്കുന്നു. ദൈവം ഒന്ന് പതുക്കപ്പെടാം. ഇതൊന്നും അദ്ദേഹം അറിയരുതോ? അദ്ദേഹത്തെ പട്ടിണിക്കിടാൻ പാടില്ല. ബാക്കിയുള്ളവന് വായും വേറൊന്നും ഇല്ലല്ലോ. സാറ് കഴിച്ചില്ലേ? തണുക്കും, കഴിച്ചാട്ടെ. എനിക്ക് തീരെ വിശപ്പില്ല. വരികയാണെങ്കിൽ വരട്ടെ. നമ്മുടെ ലക്ഷ്യത്തിൽ നോ 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 നോ, അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. വൺ മോർ വൺ മോർ. അവിടുന്ന് ആരെങ്കിലും വരുന്നെങ്കിൽ വരട്ടെ. നമ്മുടെ കാര്യത്തിൽ അതെ, ശബ്ദം ശരിയല്ല. പ്രൈം മിനിസ്റ്ററിന്റെ ശബ്ദം വേണം. ആലിപ്പൊന്നോട് അഡ്ജസ്റ്റ് ചെയ്ത് പറ. ഒരുവിധം ഒപ്പിച്ചാ മതി. അടുത്ത വെള്ളിയാഴ്ച റിലീസാ. പ്രൈം മിനിസ്റ്റർ ഉടനെ ഞാൻ തിരിച്ചു വന്ന നെക്സ്റ്റ് ലുക്ക് ടേക്ക്. അവിടുന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ വരട്ടെ. നമ്മുടെ ലക്ഷ്യത്തിൽ അങ്ങനെയല്ല, ലിപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് പറയണത്. അവിടുന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ വരട്ടെ. നമ്മുടെ കാര്യത്തിൽ അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നീ വാ. യെസ്, നമ്പർ 52/5 ടേക്ക് 4. അവിടുന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ വരട്ടെ. നമ്മുടെ കാര്യത്തിൽ അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. തെളിവുകളും കിട്ടിക്കഴിഞ്ഞു. ഗൂഢസംഘത്തെ വളഞ്ഞു പിടിക്കാൻ ഇനി മണിക്കൂറുകളെ വേണ്ടു. എത്ര പേരുണ്ട് ആ സംഘത്തിൽ? 10-ൽ കൂടുതലുണ്ടാവില്ല. പിടികൂടുന്നതിനെ സംബന്ധിച്ച് ഗവൺമെന്റ് മുമ്പ് പറഞ്ഞതെല്ലാം കളവാണെന്ന് തെളിഞ്ഞതിനാൽ വിശ്വാസയോഗ്യമായ തെളിവുകളോടെ എന്തെങ്കിലും പറയാം. അന്വേഷണ തെളിവുകൾ പുറത്താക്കിയാൽ കുറ്റവാളികൾക്ക് രക്ഷപ്പെടാനുള്ള പഴുത് കിട്ടും. അതൊഴിവാക്കേണ്ടതുണ്ട്. നിങ്ങൾ ഈ വാർത്ത അച്ചടിച്ചു കഴിയുന്നതിന് മുമ്പ് തന്നെ മിക്കവാറും പ്രൈം മിനിസ്റ്ററിനെ കണ്ടെത്തും. മണിക്കൂറുകൾക്ക് കസ്റ്റഡിയിലെടുക്കുമെന്ന് പറയുന്നതല്ലാതെ പോലീസുകാർക്ക് ഇങ്ങോട്ട് വന്നാലെന്താ? പണം കിട്ടില്ല, ജീവനെങ്കിലും കിട്ടൂ. പൊന്നുമോ പേടിക്കാതെ. ജീപ്പിന്റെ ശബ്ദം കേൾക്കുമ്പോ ഉടുപ്പിട്ട് റെഡിയായിട്ട് നിന്നോ. സെൻട്രൽ ജയിലിൽ മുറി ബുക്ക് ചെയ്തിട്ടുണ്ട്. സൗകര്യമായിട്ട് കഴിയാം. സമാധാനായി. ഒന്നും കഴിക്കാൻ കിട്ടാതെ ഇവിടെ ഇരിക്കുന്നതിലും ഭേദമാണല്ലോ. നമ്മൾ സീരിയസ് ആയി ഒരു കാര്യം ആലോചിക്കാൻ വന്നിരിക്കുകയാണ്. നിങ്ങൾ ആരും ഒന്നും മിണ്ടുന്നില്ല. ഞാനൊരു കാര്യം പറയട്ടെ. ഭീരുക്കളുടെ പണിക്ക് ഞാനില്ല.
അതായത് ഒളിച്ചു പറഞ്ഞാൽ തയ്യാറല്ല. മാന്യമായി ആലോചിച്ച് അവസാനം തീരുമാനം എടുക്കാം. അതിന് മാനം വരണ്ടേ? അയാളെ വല്ല പുലിയും പിടിച്ചോന്ന് ആർക്കറിയാം? വരും, രാവിലെയെങ്കിലും എത്തും. എന്താ ചിത്രേ? എപ്പോൾ എവിടെ വെച്ച്? കരയാതെ പറയൂ ചിത്രേ, എവിടെ വെച്ചാ? പെരിയപ്പ വീട്ടിക്ക് പോകുമ്പോൾ പോലീസ് പിടിച്ചിട്ടാ. നേരാണോ? ചിത്രയ്ക്ക് ഞങ്ങളുണ്ട്, മാറിനൊന്നും വരില്ല. ചിത്ര പോയി പെരിയപ്പയെ കൂട്ടിട്ട് വാ. സാറെന്താ ഒന്നും മിണ്ടാത്തത്? മാറിനൊരു പാവമാണ്, അയാളെ നമുക്ക് രക്ഷപ്പെടുത്തണം. എന്തിന്? മാരൻ നിരപരാധിയല്ല, നിങ്ങളുടെ സഹായിയാണ്. മനുഷ്യനെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു എന്ന അപരാധമേ മാരൻ ചെയ്തിട്ടുള്ളൂ. അത് നിങ്ങളുടെ പ്രമാണം. നിയമത്തിന്റെ മുന്നിൽ മാരൻ കുറ്റക്കാരനാണ്. സാർ, ഞങ്ങൾ കാല് പിടിച്ച് പറയുന്നു സാർ, മാറിനെ രക്ഷിക്കാൻ ഒരു വഴി പറഞ്ഞു തരണം. ഈ കാട്ടിലേക്ക് എന്നെ പിടിച്ചുകൊണ്ടുവന്നത് എന്തിനാണെന്ന് ഇനിയും നിങ്ങൾ പറഞ്ഞിട്ട് ചോദിച്ചപ്പോഴൊക്കെ സമർത്ഥമായി നിങ്ങൾ ഒഴിഞ്ഞു മാറുകയാണ്. ഞങ്ങൾക്ക് വേണ്ടിയിരുന്നത് പണം. ഓഹോ, അത് ശരി. ആര് പണം തരുമെന്നാണ് നിങ്ങൾ കരുതിയത്? പലരും, പ്രധാനമായും താങ്കളുടെ അഭാവത്തിൽ നഷ്ടം സംഭവിക്കാനിടയുള്ള നിർമ്മാതാക്കൾ. ഞങ്ങൾ ശ്രമിച്ചു, നടന്നില്ല. ഞാനും ഇതൊക്കെ ഊഹിച്ചതാണ്. പക്ഷേ നിങ്ങൾ എന്നെ തടവിലാക്കുമ്പോൾ നിങ്ങളുടെ സുഖം മാത്രമേ കണ്ടിരുന്നു. എന്റെ വീട്ടുകാരുടെ ദുഃഖം നിങ്ങൾ ഓർത്തില്ല. ജീവിതം നിലനിർത്തുവാൻ വേണ്ടി മാത്രം പടമെടുക്കുന്ന നിർമ്മാതാക്കളെ നിങ്ങൾ കണ്ടില്ല. സിനിമ കൊണ്ട് മാത്രം ഉപജീവനം കഴിക്കുന്ന പാവപ്പെട്ട തൊഴിലാളികളെ നിങ്ങൾ കണ്ടില്ല. അതൊന്നും ഞങ്ങളുടെ ലക്ഷ്യത്തിന് തടസ്സമായിരുന്നില്ല. പണമില്ലാത്തതിന്റെ പേരിൽ മാത്രം നിഷേധിക്കപ്പെട്ട ജീവിതത്തിലെ സൗകര്യങ്ങൾ അനുഭവിക്കണമെന്ന് തോന്നി. ലക്ഷക്കണക്കിന് തൊഴിലില്ലാത്ത ചെറുപ്പക്കാരും ഇതുപോലൊക്കെ തന്നെ ചിന്തിക്കുന്നുണ്ടാവും. ഞങ്ങളത് ചെയ്തേ ഉള്ളൂ. ശരിയായിരിക്കാം. പക്ഷേ കുറുക്ക് വഴിയിലൂടെ പണം തരാൻ ശ്രമിക്കുന്നവർ മാപ്പ് അർഹിക്കുന്നില്ല. ഞങ്ങൾ മാപ്പ് ചോദിക്കുകയോ പൊറുക്കണമെന്ന് പറയുകയോ ചെയ്യുന്നില്ല. പക്ഷെ ഇതുമായി ബന്ധമില്ലാത്ത മാറിനെ മോചിപ്പിക്കണം. ഞാൻ പറഞ്ഞുവല്ലോ, അതൊക്കെ നിയമം ചെയ്യേണ്ടതാണ്. വേണമെങ്കിൽ ഞങ്ങൾക്ക് സാറിനെ ഈ കാട്ടിൽ ഉപേക്ഷിച്ച് ഓടി പോകാമായിരുന്നു. അടുത്ത കാലത്തങ്ങ് ഞങ്ങളെ പോലീസിന് പിടികിട്ടാനും പോകുന്നില്ല. പക്ഷേ ഞങ്ങൾ അങ്ങനെ ചെയ്യാത്തതിന്റെ കാരണം സാറ് കൂടി ഒന്ന് ആലോചിക്കണം. പിന്നെ ഞങ്ങൾക്കൊന്നേ ചോദിക്കാനുണ്ട്. മാറിനെ വിടുവിക്കാൻ സാറ് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണം. നിങ്ങൾ ചെയ്ത് കാടത്തരമാണെങ്കിലും ഇവിടം എനിക്കൊരു പുതിയ അനുഭവമായിരുന്നു. നിങ്ങളുടെ സ്നേഹത്തിൽ എന്റെ ബാല്യവും യൗവനവും എനിക്ക് തിരിച്ചു കിട്ടിയത്. നിങ്ങൾ പറഞ്ഞു, ഞാൻ കേൾക്കാം. മാറിനെ വിടുവിക്കാൻ ഞാൻ ശ്രമിക്കാം. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് രക്ഷപ്പെടണ്ടേ? നിങ്ങൾ എന്നോടൊപ്പം പോരുന്നു. പേടിക്കണ്ട, നാട്ടിലേക്ക് തന്നെ. നിങ്ങളെ രക്ഷിക്കാമെന്ന് ഞാൻ ഉറപ്പു തരുന്നില്ല. പക്ഷേ നമ്മളെല്ലാം ഒരുമിച്ച് നിന്നാൽ നാട്ടിന് വേണ്ടി പലതും ചെയ്യാൻ കഴിയും. എന്താ പോരുന്നു?
ലഹരി കൊടുക്കാൻ ഒന്നുമില്ലല്ലോ. അതിന് തരൂ. ഇത് ഞാൻ ഇവർക്ക് കൊടുക്കട്ടെ. ഇത് ഉപനി വന്നേ. ആരും ഇന്നെ തിരിച്ചു വരും മോളെ. മോള് കരയരുത്. ചിത്രയെ കരയരുത് മൂപ്പ. ഞങ്ങൾ ഉടനെ തിരിച്ചു വരും മോളെ. ശരി, ഞാൻ പോട്ടെ. വാങ്ങ മോളെ. നടക്കടാ.